യം ശൈവാഃ സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമിഃ യസ്മാജ്ജാതം സമസ്തം ജഗദിദമമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാംശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരിഃ ഓം ഹരിഃ. എല്ലാവരും 3 തവണ ഓംകാരം ജപിക്കുക. കൈകോർത്ത് മടിയിൽ വെച്ച് വിഷമിക്കാത്ത തരത്തിൽ നിവർന്നിരുന്ന് കണ്ണടച്ച് വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. ഹരിഃ ഹരിഃ. ഓ ശ്ലോകം ചൊല്ലുക നമുക്ക്. കാർപ്പണ്യദോഷോ ബഹത സ്വഭാവഃ കാർപ്പണ്യദോഷോ ബഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാദ് നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. 18 അധ്യായങ്ങളുള്ള ഗീതയിൽ 10ാമത്തെ അധ്യായത്തിലാണ് വിഭൂതി വിവരണം വർണ്ണനം ശ്രീകൃഷ്ണൻ നടത്തുന്നത്. അത് കേട്ടപ്പോഴാണ് അർജുനന്റെ മനസ്സിൽ പുതിയ ഒരു കമ്പവും ഒരു ആവേശവും പ്രവേശിച്ചത്. എന്നിട്ട് ചോദിക്കുകയാണ്, ഈ വർണ്ണിച്ച മാതിരിയുള്ള വിശ്വരൂപം അങ്ങയിൽ എനിക്ക് കാണാൻ പറ്റണം, എനിക്ക് കാണിച്ചു തരണം എന്ന് പറയുന്നതാണ് 10ാം അധ്യായം കഴിഞ്ഞ് 11ാമത്തതിൻ്റെ തുടക്കം.
അതിൽ ഇന്നലെ നമ്മൾ ഒരു മുഖവുര എന്നുള്ള നിലയ്ക്ക് ഈ 11-ാം അധ്യായത്തിൽ നാം ചെന്ന് പെട്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് വിവരിച്ചത്. അർജുനൻ കൂടുതൽ വിവരണം ആവശ്യപ്പെടുന്നു കൃഷ്ണനോടെ. ഹന്തതേ കഥയിഷ്യാമി ദിവ്യാഹ്യാത്മവിഭൂതയ പ്രാധാന്യത കുരു ശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. വിഭൂതിയെ പറ്റി പറയണം എന്ന് പറഞ്ഞുല്ലോ. വിഭൂതി എന്ന് പറഞ്ഞാൽ അസാധാരണവും അഭൗമവും അലൗകികവും അപൂർവവുമായിരിക്കുന്ന ഐശ്വര്യങ്ങൾ, പ്രതാപങ്ങൾ, പ്രഭാവങ്ങൾ, എന്തെല്ലാം നമ്മൾ വിശേഷപ്പെട്ടത് എന്ന് പറഞ്ഞ് മനസ്സിലെ അതിശയവും ആശ്ചര്യവും അപൂർവതയും ഒക്കെ രചിക്കുമോ, അതൊക്കെ ഐശ്വര്യങ്ങളിൽപ്പെട്ടതാണ്, വിഭൂതികളിൽപ്പെട്ടതാണ്. ഞാൻ ആത്മവിഭൂതികളെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി തരാം. പ്രാധാന്യത കുരു ശ്രേഷ്ഠ, പ്രധാനമായിട്ടുള്ളത് പറയാം. നാസ്ത്യന്തോ വിസ്തരസ്യമേ, വിസ്തരിച്ച് പറയാൻ പുറപ്പെട്ടാൽ സമുദ്രത്തിലുള്ള മണൽത്തരികൾ എണ്ണി അവസാനിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ അത്രയ്ക്ക് അസംഖ്യമാണ് ഈ വിഭൂതിയോഗം. അത് കഴിഞ്ഞാൽ വിശ്വരൂപ ദർശനം എന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ വളരെ വിശേഷപ്പെട്ടതാണ്. ഈ വിശ്വരൂപ ദർശനം തന്നെ പാടുന്നവരും വായിക്കുന്നവരുമൊക്കെയുണ്ട്. അതിൽപ്പെട്ട ഒരു വരിയാണ് ഇവിടെ ക്ഷേത്രങ്ങളിൽ പല വിധത്തിലുള്ള ബാധകളൊക്കെ ഒഴിവാവാൻ വേണ്ടി തിലഹോമവും ഹോമവും ഒക്കെ കഴിക്കുന്നത് അതുകൊണ്ടാണ്. എന്തെല്ലാം ദേവനെ ഗ്രസിച്ചിട്ടുണ്ടോ പാപരൂപത്തിൽ, ബാധരൂപത്തിൽ, അതൊക്കെ നീങ്ങിക്കിട്ടാൻ വേണ്ടി. അത്ര വിശേഷപ്പെട്ടതാണ്. നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ വല്ല വിഷമങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, പിതൃകോപങ്ങളുണ്ട്, ബ്രഹ്മരക്ഷസുണ്ട്, യക്ഷിയുണ്ട്, പിശാചുണ്ട് എന്നൊക്കെ ധരിക്കുന്നവരൊന്നും ഉണ്ട്. അതൊക്കെ നീങ്ങണം എന്നുണ്ടെങ്കിൽ രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി എന്ന് പറയുന്ന ആ വരി വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പൊ കൃഷ്ണൻ തന്നെ സ്വയം തന്റെ വിഭൂതിയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് രംഗം. പ്രാധാന്യത കുരുശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യമേ. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ആ വിഭൂതികളൊക്കെ തുടങ്ങുന്നത് എവിടുന്ന എന്ന് ചോദിച്ചാൽ അഹമാത്മാ ഗുഡാകേശ സർവഭൂത ആശയസ്ഥിത അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്തയേവ ച. തുടക്കം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് വിചാരം ചെയ്ത് മനസ്സിലാക്കാനുള്ള സത്യങ്ങൾ. ഒരു ഭാഗത്ത് കഥയും വർണ്ണനയും വിവരണവുമാവും. ആ കഥയും വർണ്ണനവും വിവരണമൊക്കെ വിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാതലും കഴുമ്പും നമുക്ക് പകർന്നിങ്ങനെ എടുക്കാൻ സാധിക്കണം. ഞാൻ ആത്മാവാണ് ഹേ ഗുഡാകേശ, സർവഭൂത ആശയസ്ഥിത. ഏറ്റവും വലിയ വിഭൂതി എൻ്റെ അതാ. എല്ലാവരും എന്നെ തേടുന്നത് ആകാശത്തിന് മുകളിലും ദിഗന്ധങ്ങളുടെ അവസാനത്തിലുമാണ്. അവിടെ ഒന്നുമല്ല വാസ്തവത്തിൽ ഞാൻ ഏറ്റവും സമീപസ്ഥനാണ്. സമീപസ്ഥൻ എന്ന് പറഞ്ഞാൽ ദേഹത്തിനേക്കാൾ അടുപ്പത്തിൽ, മനസ്സിനേക്കാൾ അടുപ്പത്തിൽ, ബുദ്ധിയേക്കാൾ അടുപ്പത്തിൽ, അഹങ്കാരത്തേക്കാൾ സമീപസ്ഥമാണ്. ആത്മാവാണ് ഞാൻ. ഞാൻ എന്ന വാക്കുകൊണ്ട് മനുഷ്യൻ സൂചിപ്പിക്കുന്നത് എന്തോ അതാണ് ആത്മാ. അഹം ആത്മാ ഗുഡാകേശ. അപ്പൊ ഈശ്വരനെ നിങ്ങൾ വേറെ ഒരു പേരും പറഞ്ഞ് വിളിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്ന വാക്കുകൊണ്ട് നാം സൂചിപ്പിക്കുന്നത് വാസ്തവത്തിൽ ഈശ്വരനെയാണ്. നിങ്ങൾ ആരെങ്കിലും സമ്മതിക്കുമോ? അത് ഞാൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനെയാണ് പരാമർശിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളും ഇടതുപക്ഷക്കാരാ. എന്ന് വെച്ചാൽ ഈശ്വരവിശ്വാസം ഇല്ലാത്തവരാ. വാസ്തവത്തിൽ അവർക്ക് ഈശ്വരവിശ്വാസം ഇല്ലായില്ല. ഈശ്വരൻ എന്ന വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് ഞാൻ എന്ന ശബ്ദം കൊണ്ടോ പദം കൊണ്ടോ സൂചിപ്പിക്കുന്ന പരമ്പൊരുൾ എന്തോ ആ പൊരുളിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഞാൻ എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഉള്ളിലുള്ള ഒരു സത്താവിശേഷത്തെയാണ്. അതാണ് ഈശ്വരനെങ്കിൽ ഞാൻ എന്ന് പറയാത്തവരാരുമില്ലല്ലോ. എല്ലാവരും അപ്പൊ ഈശ്വരന്മാരാ. ഇതാണ് ഇതിന്റെ സത്യം. ഇതറിയാത്തത് കൊണ്ട് അവർ പറയണു ഞങ്ങൾക്ക് ഈശ്വരവിശ്വാസമില്ല. ഈശ്വരവിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് ആ വിശ്വാസശാസ്ത്രത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം. ഈശ്വരനാർ, എന്തിനെയാണത് സൂചിപ്പിക്കുന്നത്, അതെവിടെയാ ഉള്ളത്, എന്താ ലക്ഷണം എന്നിങ്ങനെ ഈശ്വര വിശ്വാസത്തെ തന്നെ അപഗ്രഥിച്ച് യുക്തിസഹമായി പ്രതിപാദിക്കുന്ന ശാസ്ത്രങ്ങളുണ്ട്. ആ ശാസ്ത്രങ്ങളുടെ ചട്ടക്കൂട്ടിൽ ഇരുന്നു കൊണ്ട് വേണം
വിശ്വാസം വേണമോ വേണ്ടയോ, ഞാൻ വിശ്വാസിയോ അല്ലയോ എന്ന് നിശ്ചയിക്കാൻ. അപ്പൊ അവരൊക്കെ ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞാലും ഈശ്വര വിശ്വാസ ശാസ്ത്രത്തിന് അനുസരിച്ച് ചിന്തിക്കുമ്പോൾ അവരൊക്കെ തികഞ്ഞ വിശ്വാസികളാണ്. അഹം ആത്മാ ഗുഡാകേശ സർവഭൂത ആശയസ്ഥിത. എല്ലാ ഭൂതങ്ങളിലും ആശയം എവിടുന്ന് നിർഗളിക്കുന്നുവോ അവിടെയാണ് എൻ്റെ നിൽപ്പ്. ആശയം നിർഗളിക്കുന്നത് ശരീരത്തിൽ നിന്നല്ല, മാംസത്തിൽ നിന്നല്ല, ചോരയിൽ നിന്നല്ല, നമ്മുടെ ജൈവ ഹൃദയത്തിൽ നിന്നല്ല, ശ്വാസകോശത്തിൽ നിന്നല്ല. ആശയം നിർഗളിക്കുന്നത് നമ്മുടെ മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നുമാണ്. ഇത് രണ്ടുമാകട്ടെ ദ്രവ്യാതീതമാണ്, സൂപ്രാ മെറ്റീരിയൽ, ദ്രവ്യകോശത്തിൽപ്പെട്ടതല്ല. അഹം ആദിശ്ച മധ്യം ച ഭൂതാനാം അന്തയേവ ച. എല്ലാവരുടെ ഉള്ളിലും ആത്മതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ, ആ ഞാനാണ് വാസ്തവത്തിൽ എല്ലാറ്റിൻ്റെയും ആദിയും അന്തവും മധ്യവും എന്ന് പറഞ്ഞു. അപ്പൊ ഈ വിശ്വരൂപ ദർശനത്തിൽ നമ്മൾ പ്രത്യേകിച്ചും ഗ്രഹിക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, കൃഷ്ണൻ പുറമേയുള്ള ഒരു ഈശ്വരനെ പറ്റിയിട്ടല്ല പറയുന്നത്. അദ്ദേഹമാണ് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ വിശ്വരൂപം അദ്ദേഹത്തിൽ അധിഷ്ഠിതമാണ്. ആരായി കൃഷ്ണൻ? പാഞ്ചഭൗതികമായ ഒരു ശരീരം, അതിൻ്റെ ഉള്ളിലൊരു മനസ്സ്, അതിൻ്റെ ഉള്ളിലൊരു ബുദ്ധി, അപ്പുറത്തൊരഹങ്കാരം, ഇതെല്ലാം അടക്കിക്കൊണ്ട് അകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ആത്മസത്താവിശേഷം. ഇതാണ് കൃഷ്ണനിലും ബാക്കി എല്ലാവരിലും. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ നചൈവന ഭവിഷ്യാമഹ സർവേ വയമതഃപരം. ഞാൻ ഒരു കാലത്തും ഇല്ലാതെ ഇരുന്നിട്ടില്ല, നീയും ഇല്ല, ഭീഷ്മനും ദ്രോണനും ആരുമില്ല, ഒരു കാലത്തും നമ്മൾ ഇല്ലാതെ ആവൂല. അപ്പൊ കൃഷ്ണനോട് സമാനമാക്കിയാണ് അർജുനെയും ഭീഷ്മദ്രോണാദികളെയും അവിടെ പ്രതിപാദിച്ചത്. അപ്പൊ കൃഷ്ണനെ സംബന്ധിച്ച് പറയുന്ന ഈ സത്യം എല്ലാവർക്കും ഒരുപോലെ സാധുവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളുമോ? കൃഷ്ണൻ ഉണ്ടായിരുന്ന ഒരു ശരീരം, ശരീരത്തിൽ ഒരു മനസ്സ്, മനസ്സിലൊരു ബുദ്ധി, ബുദ്ധിക്കപ്പുറത്ത് അഹങ്കാരം, അതിന് പുറമെ ആത്മ. ഇത് തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ടാണ് മമ സാധർമ്യമാഗതാഹ ബഹവോ ജ്ഞാനതപസാ പൂതാഹ മദ്ഭാവമാഗതാഹ എന്നൊക്കെ വളരെ വിശദമാക്കി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന സത്യവും തത്വവും കേട്ടും ഗ്രഹിച്ചും മനസ്സിലാക്കി അങ്ങനെ മുന്നേറുന്നവർ എന്നെപ്പോലെ ആയിത്തീരുന്നു, എന്റെ കൂട്ടത്തിൽപ്പെടുന്നു, ഞാൻ തന്നെ ആയിത്തീരുന്നു. അങ്ങനെയുള്ളവർ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമല്ല, അനവധി പേരുണ്ട്, ബഹവ ധാരാളം പേരുണ്ട് എന്നൊക്കെ പ്രതിപാദിക്കുന്നതാണ് ഗീത. വേദാനാം സാമവേദോസ്മി. അവിടുന്ന് അങ്ങട് ഈ സത്താവിശേഷം എന്ന് പറയുന്നതിന് ഒരു ഭാവം മാത്രമല്ല, മെറ്റീരിയൽ ദ്രവ്യപ്രപഞ്ചം എന്ന് പറയും. അതിലൊക്കെ ദ്രവ്യങ്ങളും ഊർജങ്ങളുമാണ്. ആ ദ്രവ്യങ്ങൾക്കും ഊർജങ്ങൾക്കും അതീതമായി പലതുമുണ്ട്. അതിൽപ്പെട്ടതാണ് എന്ത്? വാക്ക്. മനുഷ്യന് മാത്രമേ വാക്ക് അതിങ്ങനെ ഒരു സംസ്കാര രൂപത്തിൽ, ആശയ ശാസ്ത്ര രൂപത്തിലൊക്കെ പ്രതിപാദിക്കാൻ പറ്റൂ. മൃഗങ്ങൾക്ക് എല്ലാറ്റിനുമുണ്ട് എന്തെങ്കിലും ശബ്ദം. പക്ഷെ ആ ശബ്ദം കുറെയൊക്കെ വികാരങ്ങൾ പ്രകടമാക്കാനേ പറ്റുള്ളൂ. ഭാവാത്മകതയില്ല, ആശയാത്മകതയില്ല, അതിൽ ബുദ്ധി എന്ന് പറയുന്ന ഘടകമില്ല. അപ്പൊ ഇവിടെ പറയാണ്, മനുഷ്യൻ ചരിത്രാതീത കാലത്ത് ഉണ്ടാക്കി തീർത്ത വേദങ്ങളുണ്ടല്ലോ, ആ വേദങ്ങളൊക്കെ വാസ്തവത്തിൽ എന്റെ കഴിവ് കൊണ്ട്, എന്റെ മേന്മ കൊണ്ട്, എന്റെ വിഭൂതി കൊണ്ട് ഉണ്ടായതാണെന്ന്. അപ്പൊ വേദരചനയിൽ തന്നെ ഈശ്വരന്റെ വിഭൂതി കാണാം. അതിൽ ഋക്ക, യജുസ്, സാമം, അഥർവം എന്ന് പറയുന്ന 4 വേദങ്ങളാണ്. ആ 4 വേദങ്ങളിൽ സാമവേദത്തിലാണ് ഞാൻ സാമവേദോസ്മി, അതിലാണ് തത്വമസി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വാക്യം. നീ അന്വേഷിച്ച് നടക്കുന്ന സത്യം, തത്വം, അത് വാസ്തവത്തിൽ നീ തന്നെയാണ്. ഞാൻ എന്ന ശബ്ദം കൊണ്ട് നീ സൂചിപ്പിക്കുന്നത് എന്തോ അത് തന്നെ എന്നിങ്ങനെ ഗുരു ശിഷ്യന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പൊ എന്തു വന്നു? വിഭൂതി എന്ന് പറയുമ്പോൾ ഒക്കെ മെറ്റീരിയൽ സ്പ്ലെൻഡർ ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, ദ്രവ്യാത്മകമായ വിശേഷങ്ങളാണെന്ന് വിചാരിക്കരുത്. അത് വാക്കിലും പെടും, ജീവനിലും പെടും, അഴകിലും പെടും, നന്മയിലും പെടും, തിന്മയിലും പെടും, എല്ലാറ്റിലും പെടും. അശ്വത്ഥ സർവവൃക്ഷാണാം. എല്ലാ വൃക്ഷങ്ങളിലും വെച്ച അശ്വത്ഥമാണ് ഞാൻ. അശ്വത്ഥം എന്ന് പറഞ്ഞാൽ 1000 ആണ്ടുകൾ വരെ നീണ്ടു നിൽക്കാവുന്ന ഒരു വൃക്ഷമാണ് അശ്വത്ഥം. BC 238 മറ്റും വെച്ചിട്ടുള്ള ഒരു വൃക്ഷം സിലോണിലുണ്ടത്രേ,
അശ്വത്ഥം ഇപ്പോഴും പോയിട്ടില്ല എന്നാ പറയണത്. നമ്മൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു അശ്വത്ഥം പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഈ നൈമിഷാരണ്യത്തിൽ കിഴക്ക് ഭാഗത്ത് 2 കൊല്ലം മുൻപ് അവിടെ നമ്മൾ വെച്ചത്. അതിങ്ങനെ പൊടിച്ച് അവിടെ വരണു. അശ്വത്ഥവൃക്ഷം നടുമ്പോൾ 4 ആൾ കൂടി നടണം എന്ന് പറയും. അത് വേണ്ടതുപോലെ ശാസ്ത്രീയമായി നട്ടാൽ അതിന് ഉപനയനം കഴിക്കണം. കാലക്രമത്തിൽ കല്യാണം വേപ്പിന്തയ്യാണ്, കല്യാണവും കഴിക്കാറുണ്ട്. നമ്മൾ അതിനെയൊക്കെ വളരെ ആദരിക്കുന്നവരാ. ഒരൊറ്റ അശ്വത്ഥവൃക്ഷം മതി ഒരു ഗ്രാമത്തിന് മുഴുവൻ ഓക്സിജൻ ജീവവായു നൽകാൻ. അതിൻ്റെ ഒരു കൊമ്പ് പോലും മുറിക്കില്ല. അതിൻ്റെ നുണിക്കൊമ്പുകളൊക്കെ ഉണങ്ങി ഉണങ്ങി ഇങ്ങനെ താഴ്ത്തു വീഴുന്നത് കാണാം. ഇതിൻ്റെ പിന്നിലൊരു വൃക്ഷമുണ്ട്, വളരെ പഴക്കമുള്ളതാ. ആ വൃക്ഷത്തിൻ്റെ കൊമ്പുകളിൽ നിന്ന് കൊഴിയുന്ന നുണിക്കൊമ്പുകൾ പറക്കി കൊണ്ടുപോയി ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് അമ്മ പറഞ്ഞതനുസരിച്ച് സമിധാധാനത്തിന് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആ വൃക്ഷം, ആ മരത്തിൻ്റെ ഒരു വിശേഷമാണ്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ കൊമ്പുകളെ സ്വയം ഉണങ്ങി ഇങ്ങനെ താഴത്തേക്ക് വീഴുക? അത് ചമതയായിട്ട് സമിത്തായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധന, വിശേഷപ്പെട്ടതാണ്. എത്ര ചെറുപ്പം വൃക്ഷമാണെങ്കിലും ശരി, നുണിക്കൊമ്പുകൾ ഇങ്ങനെ ഉണങ്ങി 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 വീണുകൊണ്ടിരിക്കും. ഒരു നിലയ്ക്ക് ഒരു പ്രൂണിംഗ് ആണത്. അതിന് എത്ര പഴങ്ങളാണെന്നറിയാമോ? ഓരോ പഴത്തിലും 100 കണക്കിനോ 1000 കണക്കിനോ വിത്തുണ്ട്. പക്ഷെ ഒരൊറ്റ തൈ ആ വൃക്ഷമുള്ള സ്ഥലത്തൊന്നും ഉണ്ടാവില്ല. അത് എവിടെയെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ വല്ല ആൾമറയിലോ കിണറ്റിന്റെ മതലിലോ പെരപ്പുറത്തോ ഒക്കെയാ. എന്താ അതിന് കാരണം? ഏതോ ഒരു പക്ഷി ആ പഴം തിന്ന് ആ പക്ഷിയുടെ ആമാശയത്തിലൂടെ വരുന്ന ആ വിസർജനം അതിന് ആവശ്യമായിരിക്കാം മുളയ്ക്കാൻ. അങ്ങനെ വിശേഷപ്പെട്ട ഒരു ചെടിയാണത്. അശ്വത്ഥ സർവവൃക്ഷാണാം. അതിൻ്റെ ഒരു കൊമ്പ് മുറിക്കില്ല, അത് വിൽക്കില്ല, അത് മരത്തിന് ഉപയോഗിക്കില്ല. നമുക്ക് വളരെയധികം ആരാധ്യമായിരിക്കുന്ന ഒരു വൃക്ഷമാണ്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ആയുധാനാമഹം വജ്രം. ആയുധങ്ങളിൽ വെച്ച് വജ്രമാണ് ഞാൻ. പ്രജനശ്ചാസ്മി കന്ദർഭ. മനുഷ്യരിൽ കാമം എന്നൊരു വികാരമുണ്ടല്ലോ, നമ്മുടെ ശാരീരികമായിട്ടുള്ളൊരു കാമം തന്നെ. ആ കാമം പ്രജനശ്ചാസ്മി കന്ദർഭ. ഗർഭാധാനത്തിനും അതിനുശേഷം കുട്ടികൾ ജനിക്കാനും വേണ്ടി ഞാൻ മനുഷ്യരിൽ, മൃഗങ്ങളിൽ, ജീവജാലങ്ങളിൽ തൊടുത്തുവിട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വികാര വിശേഷമാണത്. അക്ഷരാണാം അകാരോസ്മി. അനവധി അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങളിൽ അകാരമാണ് ഞാൻ. വായ തുറന്ന് പുറപ്പെട്ട ശബ്ദം ആന്നാണ്. നിങ്ങൾ ശബ്ദം പുറപ്പെടുവിച്ചോളൂ, വായ തുറക്കൂ, അപ്പൊ വരുന്നത് അകാരമാണ്. ആ അകാരം തൊട്ടിൽ തുടങ്ങുന്നതാണ് അനവധി വാക്കുകളും നമ്മുടെ ഡിക്ഷണറിയിൽ എടുത്തു നോക്കിയാൽ കാണാം. പിന്നെ പല വിധത്തിലുള്ള ലക്ഷണങ്ങളുണ്ട്, മഹിമകളുണ്ട്. നിങ്ങളിത് കേൾക്കണുണ്ടോ? ഈ വിഭൂതി വിഭൂതി എന്ന് പറഞ്ഞാൽ ഓടിപ്പോവരുത്. പലതരത്തിലുള്ള വിഭൂതികളാ. കീർത്തി ശ്രീർവാക്ചനാരീണാം സ്മൃതിർമേധ ധൃതിക്ഷമ. 6 കൂട്ടം കാര്യങ്ങളെയാ പറയണത്. ചില ഭാഗത്ത് പറയും ഈ 6 ഗുണങ്ങൾ ധർമ്മപത്നികളാണ് മനുഷ്യർക്ക്. അത് കീർത്തി നിങ്ങൾക്ക് അറിയാം എന്താണെന്ന്. ശ്രീ വാക് നാരീണാം സ്മൃതി മേധ ധൃതി. ഈ വക ഗുണവിശേഷങ്ങൾ. ഈ ശ്രീ എന്ന് പറഞ്ഞാൽ ഒരു നിലയ്ക്ക് ഐശ്വര്യമാണ്. ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, വിഷമില്ല, കുടുംബത്തിലുള്ളവർക്കൊക്കെ സ്നേഹമുണ്ട്, എല്ലാവർക്കും നല്ല വേണ്ടിയും താല്പര്യവുമുണ്ട്. അങ്ങനെ ഒരാളുടെ മുഖം എപ്പോഴും പ്രസന്നമായിരിക്കും. അതാണ് നമ്മൾ ശ്രീമാൻ ശ്രീമതി എന്ന പുരുഷ ശബ്ദത്തോടും സ്ത്രീ ശബ്ദത്തോടും കൂട്ടിച്ചേർത്ത് പറയുന്നത്. ഈ ഖുർആൻ തിന്ന പൂച്ചയെ മാതിരി ആവരുത് നിങ്ങളുടെ മുഖം. എപ്പോഴും പ്രസന്നമായിട്ടിരിക്കട്ടെ. ഞാൻ എപ്പോഴും പറയും, പല്ലും ഉണ്ട് ചുണ്ടും ഉണ്ട്, പിന്നെ ചിരിക്കാൻ എന്തിനാ ഈ കടം മേടിക്കാൻ നിൽക്കണേ? അത് രണ്ടും ഉപയോഗിച്ച് ചിരിച്ചൂടെ? കഷ്ടപ്പാടൊക്കെ അവിടെ ഉണ്ടാവും. കഷ്ടപ്പാട് തീർന്നിട്ട് വെളുത്തേണ്ടൻ അലക്ക് കഴിഞ്ഞ് കാശിക്ക് പോവില്ല. ഇപ്പൊ തന്നെ അയക്കളയാം, കാശിക്ക് പോക്ക് നിർത്തിവെച്ച്. അപ്പൊ കുറെയൊക്കെ ചിരിച്ചുകൊണ്ട് പ്രസന്ന മുഖമായിട്ടിരിക്കുക. വീട്ടുകാർ ജോലിക്ക് പോയി വരുന്ന സമയത്ത് വാതിൽ തുറക്കുമ്പോഴേക്കും പിറുപിറുന്ന് ഓരോന്ന് പറയാൻ നിൽക്കരുത്. വാതിൽ തുറന്ന് പ്രസന്ന മുഖമായി സ്വീകരിച്ച് അവർക്ക് കാപ്പിയൊക്കെ കൊടുത്തതിന് ശേഷം പതുക്കെ ഒരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞോളൂ. ഇത് വരുമ്പോഴേക്കും കാത്തിരിക്കും, ഛർദ്ദിക്കണമായിരിക്കും. അപകടവും ആപത്തും ഒക്കെ പറയാൻ കുറെ അടക്കം ഒതുക്കമൊക്കെ വേണം. അടക്കം ഒതുക്കമൊക്കെ വേണം സ്ത്രീകൾക്ക്, പ്രത്യേകിച്ചും സഹനശക്തി. അപ്പൊ ശ്രീഹി വാക്ക്. വാക്ക് വളരെ വിശേഷ. നമ്മുടെ വായ കൊണ്ട് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അയ്യോ വളരെ വിശേഷപ്പെട്ടതാ. ഒരു ചേരമാൻ പെരുമാൾ ഉണ്ടായിരുന്നു അത്രേ. അദ്ദേഹം വിവാഹം കഴിച്ചത് ഒരു ചെറുകുട്ടിയമ്മയാണ്. പഴയ കാലത്ത് അങ്ങനെയൊക്കെയാണല്ലോ ബന്ധം. അപ്പൊ ചെറുകുട്ടിയമ്മയ്ക്ക് കുറച്ച് നിലം വേണം. അപ്പോൾ
മൂപ്പരുടെ മന്ത്രിയോട് പറഞ്ഞു അത്ര, എന്റെ കാര്യം ഒന്ന് പറഞ്ഞു ഇത്തിരി നിലം മേടിച്ച് തരണമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയൂ അത്രേ. അപ്പൊ അദ്ദേഹം പറയും, അദ്ദേഹം ഒരു ചാക്യാരാണ്. അപ്പൊ ചാക്യാരെ വലിയ ബഹുമാനവും വിശ്വസ്തനൊക്കെയാണ് രാജാവിന്റെ. അപ്പൊ ചാക്യാർ ഇത്തിരി രസികനുമാണല്ലോ. അപ്പൊ ചാക്യാരെ പറഞ്ഞു, ഇല്ല സമയം കിട്ടിയില്ല എന്നായി. എന്തിനു പറയണു, ചെറുകുട്ടിയമ്മ പറഞ്ഞു തോൽപ്പിച്ചു. പറഞ്ഞോ ചോദിച്ചാൽ സമയം കിട്ടിയില്ല. ഈ രാജാവിനോടൊക്കെ ഒരു നല്ല കാര്യം പറയുമ്പോൾ ഒരു സമയവും സന്ദർഭവും നോക്കിയിട്ടൊക്കെ വേണ്ടേ പറയാൻ. അപ്പോൾ ചാക്യാർക്ക് ദേഷ്യം വന്നു. ഇത് എപ്പോൾ നോക്കിയാലും എന്നെ തൊയിരം കെടുത്തി ഇങ്ങനെ ഇരിക്കണ്ടല്ലോ, ഒന്ന് അന്നി പറഞ്ഞു കളയാന്ന് തീരുമാനിച്ചു. അങ്ങനെ രാജാവ് ഒന്ന് നമസ്കരിച്ച് എണീക്കുമ്പോൾ തൂണിലൊന്ന് തട്ടിയത്രേ. തട്ടിയിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ അതേ ചെറുകുട്ടിയമ്മ നിലം ചോദിച്ചിട്ടുണ്ട്, എപ്പോഴാണ് അവ കൊടുക്കുക, അവൾക്ക് ഉള്ളിടത്തോളം കാലം കൊടുക്കില്ല എന്ന് പറഞ്ഞു അത്രേ. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ആയാൽ എങ്ങനെയാ? വാക്ക് എന്ന് പറഞ്ഞാൽ അത് നല്ലപോലെ സംസാരിക്കാൻ അറിയണം. കേയൂരാണിന ഭൂഷയന്തി പുരുഷം ഹാരാന ചന്ദ്രോജ്വല എന്നൊക്കെ ചില വിശേഷപ്പെട്ട ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. വാഗ്ഭൂഷണം ഭൂഷണം. ചെറുപ്പകാലത്ത് സുഭാഷിതത്തിൽ പഠിച്ചതാണ് ഒരു ശ്ലോകം. കാമം ദുഗ്ധേ വിപ്രകർഷത്യ ലക്ഷ്മീം കീർത്തിം സൂതേ ദുർഹൃദോ നിഷ്പ്രലാന്തി ശുദ്ധാം ശാന്താം മാതരം മംഗളാനാം ധേനും ധീരാഃ സൂനൃതാം വാചമാഹുഃ. അപ്പോ സൂനൃതാം വാചമാഹുഃ, അങ്ങനെ കടഞ്ഞെടുത്ത് മുത്തുപോലെ മധുരമായി അർത്ഥഗംഭീരം അങ്ങനെയുള്ള വാക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. വളരെ വിശേഷപ്പെട്ടതാ. എല്ലാവർക്കും ഒന്നും ഇത് പറയാൻ സാധിച്ചു എന്ന് വരില്ല. കാമധേനുവാണത്രത്. കാമം ദുഗ്ധേ വിപ്രകർഷത്യ ലക്ഷ്മീം. ആശിച്ചതൊക്കെ കറന്നെടുക്കാൻ സാധിക്കും. അലക്ഷ്മി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ തട്ടിക്കളയും. കീർത്തിം സൂതേ, കീർത്തി പരത്തും. ദുർഹൃദോ നിഷ്പ്രലാന്തി, ശത്രുക്കളൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ, ആര് വന്നാലും നല്ല പോലെയുള്ള സംസാര, എന്താ ഇപ്പൊ ചെയ്യാ? ദുർഹൃദോ ദുഷ്പ്രലാന്തി. കാമം ദുഗ്ധേ വിപ്രകർഷത്യ ലക്ഷ്മീം കീർത്തിം സൂതേ ദുർഹൃദോ നിഷ്പ്രലാന്തി ശുദ്ധാം ശാന്താം മാതരം മംഗളാനാം. വളരെ ശുദ്ധം, അതിൽ പഴുതൊന്നും ഉണ്ടാവില്ല, പതിരും ഉണ്ടാവില്ല. ശാന്താം, ശാന്തഗംഭീരം, സമാധാനം അത് കേൾക്കുന്നോറും. അങ്ങനെയുള്ള വാക്കുകളെ ശുദ്ധാം ശാന്താം മാതരം മംഗളാനാം. കാമധേനുവാണ് മനുഷ്യർക്ക്. കാമധേനു. അപ്പൊ ഈ വാക്ക് ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പഠിച്ചതാ. അപ്പൊ ആലോചിച്ച് നോക്കും, ഈ വാക്കിനെ പറ്റി ഇത്രയൊക്കെ ചിന്തിക്കാനും ശുദ്ധമാക്കാനും പവിത്രമാക്കാനും ഒക്കെ ഉണ്ട്. മധുരമാവണമല്ലേന്ന്. ഈ ഗുണങ്ങളൊക്കെ കേട്ട് നമ്മുടെ മനസ്സതിനെ ഉൾക്കൊണ്ടുവന്നിരിക്കട്ടെ. നമ്മുടെ വാക്ക് സ്വയം അങ്ങനെയാവും. അതിന് പ്രത്യേകിച്ച് പരിശീലനമൊന്നും വേണ്ട. ധേനും ധീര സൂനൃതാം വാചമാഹു. പരിഷ്കരിച്ച് പവിത്രമായി സഭ്യമായി കടഞ്ഞെടുത്ത വാക്കുകൾ ഇങ്ങനെയൊക്കെയാണ് എന്ന്. അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ സ്മൃതി മേധാ ധൃതി. സ്മൃതി എന്ന് പറഞ്ഞാൽ സമയത്ത് വേണ്ട കാര്യം ഓർമ്മ വരണം. അത് എളുപ്പത്തിൽ സാധിച്ചു എന്ന് വരില്ല. ധൃതി എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തി. ചില സമയത്ത് ചിലപ്പോൾ നിർത്താൻ പറ്റണം. നിർത്തേണ്ടത് നിർത്തുക, നടത്തേണ്ടത് നടത്തുക. ഇച്ഛാശക്തി എന്ന് പറയും, ഇംഗ്ലീഷിൽ വിൽ എന്ന് പറയും. ഇപ്പൊ നമ്മുടെ ശ്രീകൃഷ്ണ പരമാത്മാവ് സുദാമാവ് അവിടെ ചെന്നു. കയ്യിലുള്ള അവില് കൊടുക്കാൻ പാവം ലജ്ജിച്ചിരുന്നു. അത് കക്ഷത്തിൽ നിന്ന് തട്ടിയെടുത്ത് ഒരു കൈയെടുത്തു. രണ്ടാമത്തെ കൈയെടുക്കാൻ പുറപ്പെട്ടപ്പോ രുക്മിണിക്ക് മനസ്സിലായി ഇത് കുഴപ്പമാവും, എല്ലാവരും കുഴപ്പത്തിലാവും എന്ന് പറഞ്ഞ് അയ്യോ കഴിക്കണ്ടെന്ന് പറഞ്ഞ് തടുത്തു നിർത്തി. നിങ്ങളാണെങ്കിൽ ചെയ്യോ? രുക്മിണിക്ക് അത് ചെയ്യാൻ തോന്നി, അത് ചെയ്തു. അപ്പൊ എപ്പോ വേണമെങ്കിലും ശരിയായ ഒരു നീക്കം, ഒരു നടപടി എപ്പോഴും നമ്മൾ എടുക്കാൻ തയ്യാറാവണം. അതിന് നമ്മുടെ ധൃതി, ഇച്ഛാശക്തി സമ്മതിക്കണം. ക്ഷമ, നല്ല സഹനശക്തി വേണം. ഇതൊക്കെ അതിൽപ്പെട്ടതാണ് എന്ന്. ദ്യൂതം ഛലയതാമസ്മി ദണ്ഡോ ദമയതാമസ്മി. ഇങ്ങനെ നല്ലത് പറയുന്നതിന്റെ കൂട്ടത്തിൽ കൃഷ്ണൻ പൊല്ലാത്തതും പറയുന്നുണ്ട്. ദ്യൂതം ഛലയതാമസ്മി. കളവും ചതിയുമുണ്ടല്ലോ, അതിൽ ഞാൻ ചൂതുകളിയാണെന്ന്. ആ ചൂതുകളിയിലുള്ള കളവ് ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല, അത്ര വിശേഷപ്പെട്ടതാ.
അങ്ങനെയുള്ള കളവിന് സ്കോപ്പ്, അവകാശവും സാധ്യതയുമുള്ള ചൂതുകളിയിൽ അതും ഞാനാണെന്നാ പറയണേ. ദണ്ഡോ ദമയതാം അസ്മി. അടക്കത്തോടും ഒതുക്കത്തോടും കൂടി നിർത്തുന്നതിന് നാം ഉപയോഗിക്കുന്ന മാധ്യമങ്ങളോ പ്രയോഗങ്ങളോ ഉണ്ടോ? നമുക്ക് നമ്മുടെ ആഭ്യന്തര വകുപ്പ് പോലീസുണ്ട്. ആ പോലീസിന്റെ കയ്യിൽ നിരായുധരായിരിക്കുന്ന ജനങ്ങളെ നേരിടുമ്പോഴും അവരുടെ കയ്യിൽ വടിയുമുണ്ട്, തോക്കുമുണ്ട്, ബാക്കിയുമുണ്ട്, എല്ലാം ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പൊ അതില്ലാതെ ജനങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല, ഒതുക്കി നിർത്താൻ അവരെ പറ്റില്ല. ദണ്ഡോ ദമയതാമസ്മി. പിന്നെ പറയുന്നു ജ്ഞാനം ജ്ഞാനവതാമഹം. അറിവുള്ളവരിൽ അറിവാണ് ഞാൻ. ജ്ഞാനത്തിന് വലിയ ഒരു വിഭൂതിയാണത്. എല്ലാവർക്കും ഒരുപോലെ അങ്ങോട്ട് ജ്ഞാനം ഉദിച്ചോളണമെന്നില്ല. ഇപ്പൊ പറയണ കേട്ടില്ലേ, അമേരിക്കയിലുള്ള ഒരു ഇന്ത്യൻ പെൺകുട്ടി ഐൻസ്റ്റൈനേക്കാൾ കൂടുതലാണത്ര IQ, ബുദ്ധി. 0.6 മറ്റും കൂടുതലാണ് ആ കുട്ടിക്ക്. അപൂർവമാണ്, വളരെ അപൂർവം. അപ്പോൾ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതും ഒരു ഐശ്വര്യം തന്നെയാണ്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു ഒപ്പിച്ചതിന് ശേഷം പറയുകയാണ്, യച്ചാപി സർവഭൂതാനാം ബീജം തദഹമർജുന ന തദസ്തി വിനാ യസ്യാത് മയാ ഭൂതം സചരാചരം. യച്ചാപി സർവഭൂതാനാം ബീജം തദഹമർജുന ന തദസ്തി വിനാ യസ്യാത് മയാ ഭൂതം ചരാചരം. ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ ആ എല്ലാറ്റിൻ്റെയും ബീജമാണ് ഞാൻ, ഹേതു. നിങ്ങളിപ്പോൾ ഈ ലോകത്തിൽ പല ദുഷ്ടതകൾ കാണുന്നുണ്ട്, അതിക്രമങ്ങൾ കാണുന്നുണ്ട്, ഭീകരവാദം കാണുന്നുണ്ട്. ഇതൊക്കെ അന്വേഷിച്ച് ചെന്നാൽ തുടക്കം ഈശ്വരനിൽ നിന്നാണ്. ഈശ്വരൻ രചിച്ച ലോകം. ആ ലോകത്തിലുള്ള ക്രമാനുക്രമങ്ങളെ കണ്ടുകൊണ്ടാണ് ഓരോരുത്തരും ഓരോന്നും പഠിക്കുന്നത്. ദുഷ്ടന്റെ മനസ്സിൽ ദുഷ്ടത എവിടുന്ന് കടന്നുകൂടി ചോദിച്ചാൽ ഈ ലോകത്തുനിന്നാണ് കടന്നുകൂടിയിരിക്കുന്നത്. അപ്പൊ എല്ലാറ്റിൻ്റെയും ഹേതു ബീജം ഞാനാണ്. ന തദസ്തി വിനാ യസ്യാത് മയാ ഭൂതം ചരാചരം. ന തദസ്തി വിനാ യസ്യാത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാനില്ലാതെ മയാഭൂതം ചരാചരം, ചരാചരങ്ങളിൽപ്പെട്ട ഒന്നും തന്നെയില്ല, എല്ലാം എന്നിൽ നിന്ന് വന്നതാണ്. ഏ ചൈവ സാത്വികാ ഭാവാഃ രാജസാസ്താമസാശ്ചയേ മത്തേവേദിതാൻ വിദ്ധി നത്വഹം തേഷു തേ മയി. ഈ ലോകത്തിൽ സാത്വികവും രാജസവും താമസവുമായി എന്തെല്ലാം ഭാവങ്ങളോ വിലാസങ്ങളോ പ്രകടനങ്ങളോ അസ്തിത്വങ്ങളോ ഉണ്ടോ അത് മുഴുവനും ഞാനാണ്, എന്നിൽ നിന്ന് വന്നതാണ്. നാം തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ ഏഷതു ഉദ്ദേശതഃ പ്രോക്തോ വിഭൂതേർവിസ്തരോ മയാ. നാം തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ. ഈശ്വരൻ ഈ ലോകത്തിൽ പ്രകടമാക്കാനുള്ളതും ഈശ്വരൻ പ്രകടമാക്കുന്നതുമായ വിഭൂതികൾ, അസാമാന്യ ഘടകങ്ങൾ, അസാമാന്യ സംഭവങ്ങൾ, ഗതികൾ, വിഗതികൾ എന്തോ ആവട്ടെ, അഴക്, അഴകില്ലായ്മ, ഉയരം ഉള്ളവര്, കുള്ളന്മാര്, ഇങ്ങനെ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും ഒരന്തമില്ല. ഏഷതു ഉദ്ദേശതഃ പ്രോക്തോ. ഞാൻ ചുരുക്കി പറഞ്ഞു തന്നിരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അവസാനിപ്പിച്ചതിന് ശേഷം അർജുനൻ ചോദിക്കുകയാണ്. എന്താ ചോദിക്കണേ? അർജുന ഉവാച മദനുഗ്രഹായ പരമം ഗുഹ്യമധ്യാത്മസംജ്ഞിതം യത്വയോക്തം വചസ്തേന മോഹോയം വിഗതോ മമ. ഇനി 11ാമത്തെ അധ്യായം ഭഗവത്ഗീതയിൽ തുടങ്ങാണ്. മദനുഗ്രഹായ പരമം ഗുഹ്യം അധ്യാത്മസംജ്ഞിതം യത്വയോക്തം വചസ്തേന മോഹോയം വിഗതോ മമ. എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി കൃഷ്ണ അങ്ങ് ഗുഹ്യം അധ്യാത്മസംജ്ഞിതം, അധ്യാത്മം എന്ന് പറയുന്ന ഗുഹ്യം, രഹസ്യമായിരിക്കുന്ന ആ ജ്ഞാനവും തത്വമുണ്ടല്ലോ, അത് എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി അങ്ങ് പറഞ്ഞു തന്നു. യത്വയോക്തം ത്വയാ യത് ഉക്തം, അങ്ങ് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നുല്ലോ. ആ മനസ്സിലാക്കി തന്നത് മോഹോയം വിഗതോ മമ. 12 കൊല്ലത്തെ തയ്യാറെടുപ്പോടു കൂടിയാണ് ഞാൻ യുദ്ധക്കളത്തിൽ കുരുക്ഷേത്രത്തിൽ വന്ന് നിന്നത്. ആ കുരുക്ഷേത്രത്തിൽ വന്ന് നിന്നതിന് ശേഷം
എനിക്ക് ആകെ ഒരു ഭ്രമവും മോഹവുമായി. എന്നെപ്പോലെ ഒരു വീരധീരനായ പടയാളി വായ വരണ്ടു, മനസ്സ് ചുറ്റിക്കറങ്ങി, ഗാണ്ഡീവം കയ്യിന്ന് വീണു, ദേഹം ചുട്ടുനീറി, ബുദ്ധി യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി വ്യക്തിത്വത്തിൽ ഒന്നും അവശേഷിക്കുന്നില്ല. എല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി. ഇത്രയ്ക്ക് വലിയ ഒരു മോഹം എന്നെ പിടിപെട്ടു. ആ മോഹമൊക്കെ പോയി അങ്ങ് പറയണത് കേട്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഒരാള് മരിച്ചുപോയി അകാലത്തിൽ മരണപ്പെട്ടിട്ടുള്ള മോഹമോ ഭ്രമമോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആ ഭഗവത്ഗീത വേണ്ടതുപോലെ ഒന്ന് വായിക്കുകയോ പറഞ്ഞു തരികയോ ചെയ്താൽ മോഹം പോവും. മനസ്സിന്റെ എല്ലാ വിധത്തിലുള്ള തളർച്ചകളെയും മാറ്റുന്നതാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന വിശേഷപ്പെട്ട ഉപദേശം. അതാണ് നമ്മുടെ രാജ്യത്തിൽ പ്രധാനമന്ത്രിമാര് ചിലരൊക്കെ പോയപ്പോഴൊക്കെ ഭഗവത്ഗീത വായിക്കുണ്ടായി. അവിടെ ദൂരദർശനിലൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണാം. എല്ലാവിധത്തിലുള്ള വിഷമവും തീർത്ത് മനുഷ്യനെ ഐശ്വര്യ സമ്പൂർണനാക്കുന്നതാണ് അധ്യാത്മമായ തത്വങ്ങളും ഉപദേശങ്ങളും എല്ലാം തന്നെ. മോഹോയം വിഗതോ മമ ഭവാപ്യയൗ ഹി ഭൂതാനാം ശ്രുതൗ വിസ്തരശോ മയാ ത്വത്തഃ കമലപത്രാക്ഷ മാഹാത്മ്യം അഭിചാവ്യയം. ഭവാപ്യയൗ ഹി ഭൂതാനാം ശ്രുതൗ വിസ്തരശോ മയാ. അനന്തമായ ഈ പ്രപഞ്ചത്തിൽ, അനന്തപ്രപഞ്ചത്തിൽ ഭൂതങ്ങളെല്ലാം എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അവസാനം എങ്ങനെയാണ് നശിക്കുന്നത്, ഇതൊക്കെ വിസ്തരിച്ച് അങ്ങ് പറഞ്ഞു തന്നു. എനിക്ക് മനസ്സിലായി. ത്വത്തഃ കമലപത്രാക്ഷ മാഹാത്മ്യം അഭിചാവ്യയം. അതിന്റെ കൂട്ടത്തില് മാഹാത്മ്യം അഭിചാവ്യയം, ഒരു കാലത്തും വ്യയം തട്ടാത്തതായ ഒരു മാഹാത്മ്യം ഈ പ്രപഞ്ചത്തിനുണ്ട്. ഇവിടെ സ്ഥിരം സൃഷ്ടി നടക്കുന്നു. സൃഷ്ടിച്ചതെല്ലാം നിലനിൽക്കുന്നു, നിലനിന്നതെല്ലാം നശിച്ചു പോണു. അങ്ങനെ ഉദ്ഭവം, സ്ഥിതി, ക്ഷയം എന്ന് പറയുന്ന 3 പ്രക്രിയകൾ സദാ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ പ്രപഞ്ചത്തിന്റെ ആകത്തുകയിൽ ഒരു ഏറ്റമോ ഒരു കുറവോ ഇല്ല. അവ്യയമാണ് ഇതിന്റെ ഭാവം. ഇപ്പൊ സമുദ്രത്തിലെ അലകൾ ധാരാളം വരുന്നു, വന്നതൊക്കെ അമരുന്നു. അപ്പൊ ഉയർന്ന് താഴ്ന്ന് ഉയർന്ന് താഴ്ന്ന് ഉയർന്ന് താഴ്ന്ന് ഇരിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഒരു തുള്ളി വെള്ളം കൂടുകയോ കുറയോ ചെയ്യുന്നില്ല. അവിടെ സമുദ്രം എന്ന് പറയുന്ന ആകത്തുകയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല. കാറ്റിങ്ങനെ ഇളങ്ങണു, കൊടുങ്കാറ്റായിട്ട് വരണു, ശുഷ്കമാവണു ചിലപ്പോ. ഇതൊക്കെ ആയാലും ആകെ മൊത്തമുള്ള കാറ്റിന് ഒരു മാറ്റവും വരുന്നില്ല. അങ്ങനെ അവ്യയമായ ഒരു ഭാവമുണ്ട്. അതാണ് ഇതിന്റെ മാഹാത്മ്യം. നാം കാണുമ്പോഴും അനുഭവിക്കുമ്പോഴും ഇവിടെ ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു, നശിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ തന്നെ ലക്ഷോപലക്ഷം സെല്ലുകളാണ് പ്രതിദിനം ഉണ്ടായി മരിക്കുന്നത്. അങ്ങനെയൊക്കെ ആയാലും നാം നിലനിൽക്കുന്നുണ്ടല്ലോ, ഒരു തരത്തിലുള്ള കോട്ടവും വരാതെ. വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. ഇതാണ് 10-ാം അധ്യായത്തിൽ 42-ാം ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത്. വിഷ്ടഭ്യാഹമഹം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. ഈ ജഗത്തിൽ മുഴുവൻ വ്യാപിച്ച് എല്ലാറ്റിൻ്റെയും അധിഷ്ഠാനമായി നിൽക്കുന്ന ഞാൻ ഏകാംശേന സ്ഥിതോ ജഗത്. എന്റെ മാത്ര, എന്റെ അളവ്, എന്റെ പരിമാണം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന്റെ ചെറിയ ഒരംശം കൊണ്ടാണ് ഈ ലോകത്തിന് ഞാൻ നിലനിർത്തുന്നതും സംഭരിക്കുന്നതുമെല്ലാം. ഈ ലോകം തന്നെ അനന്തമാണ്. അനന്തമായ ലോകം, അതിന്റെ അധിഷ്ഠാനമായ പൊരുളാണ് പരമാത്മാ ജഗതീശ്വരൻ എന്ന് പറയുന്നത്. ആ ജഗതീശ്വരന്റെ ഒരംശം കൊണ്ടാണ് ഈ നിലനിൽപ്പ് മുഴുവനും. അപ്പോ അതിന്റെ പൂർണ്ണതയിലേക്ക് ആരെത്താനാ? എന്താ ആലോചിച്ചു നോക്കൂ. ഏകാംശേന സ്ഥിതോ ജഗത്. ഏവമേതദ്യഥാർത്ഥത്വം ആത്മാനം പരമേശ്വര ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമ. ഇവിടെയാണ് നമുക്ക് സാദൃശ്യം. ഇത്രയൊക്കെ പറഞ്ഞ് അർജുനൻ കാണുന്ന പോലെ ദേവയ്ക്ക് പെറ്റുവളർത്തിയ ഒരു ശരീരം മാത്രമാണ് ഈ കൃഷ്ണൻ എന്ന് വിചാരിക്കരുത്. ശരീരം പരിമിതമായ ഒരു കാഴ്ചവസ്തു, അതൊരു ഭൗതികമായ ഒരു ആകത്തുകയാണത്. വാസ്തവത്തിൽ ഈ ശരീരത്തിന് ഒന്നുമില്ല, അത് ജഡമാണ്.
അതിലൂടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ, ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അറിയുന്നുണ്ടെങ്കിൽ, ഉറങ്ങുന്നുണ്ടെങ്കിൽ, സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ, ഉണർന്നിരിക്കുന്നുണ്ടെങ്കിൽ, ഇതിനെല്ലാറ്റിനും കാരണം ഉള്ളിലുള്ള ആ ചൈതന്യമാണ്. ആ ചൈതന്യം ദേഹത്താൽ പരിമിതമല്ല. അതിന് പരിമിതി എന്നൊന്നില്ല. അതാണ് സത്യത്തിൽ. വാസ്തവത്തിൽ കൃഷ്ണൻ എന്ന് പറയുന്നത് ഈ ശരീരത്തെയല്ല. ശരീരം ദേവകി പെറ്റുണ്ടായി എന്ന് മാത്രം. അതൊരു മാംസപിണ്ഡമാണ്. വാസ്തവത്തിൽ കൃഷ്ണൻ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ജീവനും ഒരു ഉണർവും വേണം. ആ ഉണർവോ അപരിമിതമാണ്, ദേഹത്താൽ പരിമിതമല്ല. ഇങ്ങനെ വിശേഷപ്പെട്ട ആ ഉൾമാത്രയെ കുറിച്ച് പറഞ്ഞപ്പോ ഏവമേതദ് യഥാർത്ഥത്വം ആത്മാനം പരമേശ്വര ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമ. ഇത്ര വിശേഷപ്പെട്ട ഒരു മാത്രയും മഹിമയും കൃഷ്ണ അങ്ങയ്ക്കുണ്ട് എന്നങ്ങ് പറയുന്നുണ്ടല്ലോ. അതിലെനിക്ക് വിശ്വസിക്കാതിരിക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പൊ എനിക്ക് എന്തു വേണം? അതൊന്ന് കാണിച്ചു തരണം. എന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കൃഷ്ണ അങ്ങയുടെ ശരീരം മാത്രമേ എനിക്ക് കാണാനുള്ളൂ. എന്നാൽ അങ്ങ് പറയുന്നതോ ഞാൻ ഈ ശരീരമല്ല. ശരീരത്തിന്റെ ഉള്ളിൽ ശരീരത്തെ ഉജ്ജീവിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉണർവുണ്ട്. ആ ഉണർവ് അനന്താനന്ദമാണ്. ഈ വിശ്വം അനന്തമാണെങ്കിൽ അതിനേക്കാൾ എത്രയോ എത്രയോ മേലെ അനന്തമാണ് ആ പൊരുൾ. എൻ്റെ ഒരു അംശം കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. ആ മഹിമ എനിക്കൊന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട്. ചെറിയ കുട്ടികൾ പറയുന്ന മാതിരിയാ അർജുനൻ പറയുന്നത്. മന്യസേ യദി തച്ഛക്യം മയാ ദ്രഷ്ടുമിതി പ്രഭോ യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനമവ്യയം. ആ പറയുന്നതില് അർജുനന് വേണ്ടത്ര വിനയമുണ്ട്. മുമ്പ് അർജുനന് വിനയമുണ്ടായിരുന്നില്ല. ഞാൻ എല്ലാം നേടിയെടുക്കാൻ സമർത്ഥനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. എനിക്ക് കൃഷ്ണനെ ഒരു തേരാളിയായി കിട്ടണം, കൃഷ്ണനെ തേരാളിയായി ഒരു യുദ്ധം ചെയ്യണം. അത് മഹാഭാരത യുദ്ധം തന്നെ ആയിക്കോട്ടെ. അങ്ങനെ കൃഷ്ണനെ തേരാളിയായി മഹാഭാരത യുദ്ധം ചെയ്ത് വിജയശ്രീ ലാളിതനായാൽ എനിക്ക് വേണ്ടത്ര തൂവലുകളായി എൻ്റെ തൊപ്പിക്ക് എന്നൊക്കെയാണ് അദ്ദേഹം ധരിച്ചത്. ധനുരുദ്യമ്യ പാണ്ഡവ എന്നൊക്കെയാ. വില്ല് പൊക്കിപ്പിടിച്ചിട്ടാണ് എൻ്റെ തേര് തെളിച്ചു കൊണ്ടുപോയി നിർത്തൂ, ഞാൻ സേനയെ നിരീക്ഷിക്കട്ടെ എന്ന് പറഞ്ഞത്. അപ്പൊ ആ സമയത്തൊക്കെ ഇത്തിരി അഹങ്കാരവും ഗർവവും ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ അർജുനൻ ഇപ്പൊ വിനയാന്വിതനായി കഴിഞ്ഞു. എനിക്ക് കാണണമെന്നുണ്ട് അങ്ങയുടെ ഈ രൂപം. ഈ കണ്ട പ്രപഞ്ചം മുഴുവനും, പാഞ്ചഭൗതികമായിരിക്കുന്ന പ്രപഞ്ചം മുഴുവനും അതിൻ്റെ പ്രചണ്ഡ ഭാവങ്ങളോടുകൂടി എങ്ങനെയാണ് ഒരു കുത്തിൽ വൃത്തം എന്ന പോലെ നിൽക്കുക, എനിക്കൊന്ന് കണ്ടാ കൊള്ളാം. പറയുമ്പോൾ ഞാൻ കേൾക്കണു, വിശ്വസിക്കണു. വളരെ ഭാവനാത്മകമാണ് വർണ്ണന, ധാരണയും അതുപോലെ തന്നെ. പക്ഷെ പ്രത്യക്ഷ രൂപത്തിൽ ഒന്ന് കണ്ടാ കൊള്ളാം. അങ്ങയോട് പറഞ്ഞാൽ അതൊരു പക്ഷേ നടക്കും എനിക്കൊരു ബോധ്യമുണ്ട്. എന്നിട്ട് പറയാ മന്യസേ യദി തച്ഛക്യം മയാ ദൃഷ്ടുമിതി പ്രഭോ. ഞാനിത് പറയണു, അത്രേ ഉള്ളൂ കൃഷ്ണ. എനിക്കിത് കാണാൻ പറ്റുമോ? അതിനുള്ള ശക്തിയുണ്ടോ? അതോ ഇത് എൻ്റെ അഭിലാഷം മാത്രമാണോ? യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനമവ്യയം. എനിക്കതിനുള്ള ശക്തിയുണ്ട്, ത്രാണിയുണ്ട്, അർഹതയുണ്ട്, യോഗ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങയുടെ അവ്യയരൂപം, അവ്യയാത്മാ എന്നുള്ള നില എനിക്കൊന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട്. 2-ാം അധ്യായത്തിൽ നിന്ന് തുടങ്ങിയപ്പോൾ 11 വരെ എത്തിക്കഴിഞ്ഞു. ആ 11 അധ്യായം വരെ ആയപ്പോഴേക്കും അർജുനന് വിനയം കൂടി, വിവേകം കൂടി. അപ്പൊ ആ ചോദ്യത്തിൽ നല്ല ഒരു സൗമ്യതയുണ്ട്. എനിക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ലെങ്കിൽ ഉണ്ടാക്കി തരണം എന്നും കൂടി അർത്ഥമാണ്. 3-ാം അധ്യായത്തിൽ അർജുനൻ പറഞ്ഞതാ എനിക്ക് ഓർമ്മ വരുന്നത്. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവമേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. 2-ാം അധ്യായത്തിൽ സ്ഥിതപ്രജ്ഞൻ സ്ഥിതിധി എല്ലാം വർണ്ണിച്ച് മുഴുവനാക്കി ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം അവിടെ ഗീതോപദേശം നിന്നു എന്ന് കണക്കാക്കാം. അപ്പോഴാണ് അർജുനൻ ചോദിക്കുന്നത്, എന്ത്? ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അങ്ങ് ഒരു ഭാഗത്ത് ഈ ബ്രഹ്മജ്ഞാനം, ആത്മജ്ഞാനം അതാണ് വിശേഷം, അത് തന്നെയാ വേണ്ടത് എന്ന് പറയുന്നു. മറുഭാഗത്ത് പറയുന്നു തസ്മാദ് യുദ്ധസ്വ ഭാരത, യുദ്ധം ചെയ്യൂന്ന്.
ഈ യുദ്ധം ഒരു പാപകർമ്മമല്ലേ? ഈ കണ്ട ആൾക്കാരെ മുഴുവൻ കൊല്ലണ്ടേ? എന്റെ മുത്തശ്ശനോടും ഗുരുനാഥനോടും കൂടി എനിക്ക് പടപൊരുതേണ്ടി വരില്ലേ? അവരെ കൊല്ലേണ്ടി വന്നാൽ അതെങ്ങനെ ശരിയാവും? ഈ ഭയങ്കരം പാപകർമ്മം അതിലെന്നെ നിയോഗിക്കണോ? ജ്ഞാനനിഷ്ഠയ്ക്ക് അനുവദിച്ചൂടെ എന്ന് ചോദിച്ചിട്ട് കൂട്ടിച്ചേർത്ത് പറയാ. എന്താ പറയണേ? വ്യാമിശ്രേണേവ വാക്യേന. അങ്ങ് പറയുന്നത് കലർത്തി പറയുന്നത് പോലെ തോന്നുന്നു. കലർത്തി പറയുന്നു എന്ന് പറയുന്നില്ല, കലർത്തി പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എന്നിട്ടോ ബുദ്ധിം മോഹയസീവമേ, എന്റെ ബുദ്ധിയെ മോഹിപ്പിക്കുകയാണോ കൃഷ്ണൻ എന്ന് വരെ എനിക്ക് തോന്നിപ്പോളൂന്ന്. അപ്പൊ രണ്ട് സ്ഥലത്താ ഇവ ഇവ എന്ന പോലെ എന്ന വാക്കുപയോഗിച്ചിരിക്കുന്നത്. ഉറപ്പിച്ചു പറയുന്നില്ല കൃഷ്ണ അങ്ങ് എന്നെ മോഹിപ്പിക്കുകയാണ്, അങ്ങ് കലർത്തി പറയാണ് എന്ന് പറയുന്നില്ല. കലർത്തി പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു, മോഹിപ്പിക്കുന്നത് പോലെ ഒരു സംശയം. ആ വിനയത്തോടു കൂടി പറയുക. ആ വിനയം ഒന്നുകൂടി വർദ്ധിച്ച് എന്നിട്ട് അവിടെ പറഞ്ഞത് തദേകം വദനിശ്ചിത്യ ഏന ശ്രേയോഹമാപ്നുയാം. അതുകൊണ്ട് ഉറപ്പിച്ച് നിർണായകമായി എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇവിടെ പറയുന്നത് എന്താ? മന്യസേ യതി തച്ഛക്യം മയാ ദ്രഷ്ടുമിതി പ്രഭോ. ഞാൻ പറയുന്നത് മാതിരി എനിക്ക് അങ്ങയുടെ രൂപം കാണാൻ അർഹതയുണ്ട്, യോഗ്യതയുണ്ട്, സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രം എന്നാ പറയുന്നത്. കൃഷ്ണന് സന്തോഷായി. ശ്രീ ഭഗവാനുവാച പശ്യമേ പാർത്ഥരൂപാണി ശതശോധസഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനൗ മരുതസ്തഥാ ബഹൂന്യദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത ഇഹൈകസ്ഥം ജഗത്കൃഷ്ണം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യത് ദ്രഷ്ടുമിച്ഛസി. കൃഷ്ണനെ എന്ത് സമർത്ഥനാന്നറിയോ? ഏത് പരിതസ്ഥിതിയിലും അദ്ദേഹത്തിന്റെ സാമർഥ്യം സവിശേഷമാണ്. പശ്യമേ പാർത്ഥരൂപാണി ശതശോധ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വിശ്വരൂപാണ് വർണ്ണിക്കുന്നത് അദ്ദേഹം. പശ്യമേ കണ്ടോളൂ അർജുന, പാർത്ഥരൂപാണി പല വിധത്തിലുള്ള രൂപങ്ങൾ, ശതശോധ സഹസ്രശഃ നൂറുകണക്കിനും ആയിരക്കണക്കിനുമുള്ള രൂപങ്ങൾ കണ്ടോളൂ. വേറെ ഒരു സ്ഥലത്തേക്കും പോണ്ട, ഈ രഥം വിട്ട് ഇറങ്ങണ്ട, ഒരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടണ്ട, വിമാനത്തിൽ കയറണ്ട. ഈ രഥത്തിന്റെ തേർത്തടത്തിൽ തന്നെ ഇരുന്ന് എന്നെ അങ്ങോട്ട് നോക്കിയാൽ മതി, ഞാൻ എല്ലാം കാണിച്ചു തരാം. കണ്ടോളൂ. നാനാവിധാനി രൂപാണി നാനാവർണ ആകൃതീനി ച. നൂറുകണക്കിലും ആയിരക്കണക്കിലും കണ്ടോളൂ, ഒരു ലോപമില്ലാതെ കാണൂ. നാനാവിധാനി പല വിധത്തിലുള്ള പലതരം നാനാവിധാനി ദിവ്യാനി. സാധാരണ ഈ ഭൗമ പ്രപഞ്ചത്തിൽ, ഈ ഭൗതിക ലോകത്തിൽ കാണാത്തത് ഒക്കെ ദിവ്യം, ദിവിഭവം, ദിവിയിൽ ഉണ്ടാവുന്നത്, സ്വർഗത്തിൽ ഉണ്ടാവുന്നത്. നാനാവർണാകൃതീനി ച. നമുക്ക് കവിഞ്ഞതിവിടെ ഒരു മഴവില്ലേ ഉള്ളൂ. 7 നിറത്തിലുള്ള നിറങ്ങളെ നമ്മളിവിടെ കാണുള്ളൂ. എന്നാൽ ദിവ്യമണ്ഡലത്തിൽ പ്രവേശിച്ചാൽ അവിടെ 7 അല്ല, 70 അല്ല, 700 അല്ല, 7000-ലും മീതിയും നിങ്ങൾക്ക് കാണാം കളർ കോമ്പിനേഷൻസ്. നാനാവർണാകൃതീനി ച. എന്തെല്ലാമാണ്? പല വിധത്തിലുള്ള ഭൂഷണങ്ങൾ, ആയുധങ്ങൾ, ഭുജം, സഖ്യാദികൾ പല വിധത്തിലുള്ള പ്രകാരത്തിലുള്ളതാണ്. സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രഭാത് എന്നിങ്ങനെ പുരുഷസൂക്തം വിവരിക്കുന്നുണ്ടല്ലോ. എത്ര തലയാ? ആയിരക്കണക്കിന് തലകളാണ്, ആയിരക്കണക്കിന് കണ്ണുകളാണ്, ആയിരക്കണക്കിന് കാലുകളാണ്. എല്ലാ സ്ഥലത്തും ചെന്നെത്തണ്ടേ, കാണണ്ടേ, കേക്കണ്ടേ. അപ്പൊ ഭഗവാന് കണ്ണ് എത്ര വേണമോ അത്രയും ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ അമ്മ പെറുന്ന സമയത്ത് ഗർഭാശയത്തിൽ മനസ്സ് രൂപപ്പെടുത്തിയ 2 കണ്ണേ നമുക്കുണ്ടാവുള്ളൂ. അതും വെച്ച് കാലം മുഴുവൻ കഴിഞ്ഞുകൂടും. എന്നാൽ ഭഗവാന് എപ്പോ വേണം അപ്പൊക്കെ ഉണ്ടാക്കാം, നിമിഷം കൊണ്ടെല്ലാം കഴിയും. അതുമാതിരി ഇല്ലാതെയുമാവും. നാനാവർണ്ണാൻ, എന്തൊക്കെ വർണ്ണങ്ങളാ?
സിതരക്ത പീത കൃഷ്ണരൂപ പരിവൃത്തേഹേ. നിറങ്ങൾ പലവിധമാണ്. കൃതയുഗത്തിൽ ശുദ്ധസത്വമൂർത്തിയായിരുന്നു ആര്? മഹാവിഷ്ണു. ശുദ്ധസത്വമൂർത്തി, ശുഭ്രം, നല്ല വെളുത്തതാ. ആ വെളുത്തത് കൃതയുഗത്തിൽ അത് മതിയായിരുന്നു. വെളുപ്പാണ് ഏറ്റവും നല്ലതും ശുദ്ധവുമായിട്ടുള്ള നിറം. ഇപ്പൊ നമ്മുടെ ഈ സദസ്സിൽ തന്നെ വെളുത്ത വസ്ത്രം ഉടുത്തവരെ എത്ര പേരുണ്ടെന്ന് ഇവിടുന്ന് നോക്കിയാൽ എനിക്ക് കാണാം. ഇവിടെ കുറച്ച് കൂടുതലുണ്ടോ സംശയമുണ്ട്, അല്ലെങ്കിൽ ഇത്രയും കാണില്ല. ഒക്കെ ഈ ബാക്കിയുള്ള ഇരുണ്ട നിറങ്ങളുടെ പിന്നാലെയാണ് എല്ലാവരുടെയും ഓട്ടം. ഈ വെളുത്ത വസ്ത്രത്തിനുള്ള ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഈ ചൂടുണ്ടല്ലോ, സൂര്യകിരണങ്ങൾ അത് പതിഞ്ഞാൽ അത്രയും അതിൽ നിന്ന് പ്രതിബിംബിച്ച് മടങ്ങിപ്പോവും. വേറെ ഏത് നിറമായാലും ആ നിറം അതിനെ പിടിച്ചു വലിക്കും. അപ്പൊ നിങ്ങളൊക്കെ കറുത്ത നിറം ഇട്ടിട്ട് വേനൽക്കാലത്ത് നടക്കുമ്പോൾ ചുടുന്നത് എനിക്കാ. അപ്പൊ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിലൊരു ശാസ്ത്രമുണ്ട്. അപ്പൊ കൃതയുഗത്തിലുള്ളവർക്ക് നിറത്തോട് ഭ്രമം ഉണ്ടായിരുന്നില്ല. വെളുപ്പ് എന്ന് പറഞ്ഞാൽ പഞ്ഞിന്റെ നിറമാ. ആ പഞ്ഞ് അങ്ങോട്ട് വളർന്നു വരും, അത് അതിന്റെ നിറമാ. അത് പിന്നെ നിറം കേടുവരില്ല, അതിന് മുഷിപ്പ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള നിറങ്ങളൊക്കെ മുഷിപ്പല്ല, അതില്ലാതെ തേഞ്ഞു പോവും, മാഞ്ഞു പോവും. ത്രേതായുഗത്തിൽ രക്തവർണ്ണമായിരുന്നു ആർക്ക്? മഹാവിഷ്ണുവിന്. എന്ന് പറഞ്ഞാൽ രക്തവർണ്ണത്തിൽ മഹാവിഷ്ണുവിനെ ഭാവനം ചെയ്യാൻ ഇഷ്ടപ്പെട്ടവരായിരുന്നു ത്രേതായുഗക്കാര്. അധപ്പതനം തുടങ്ങി. കൃതയുഗത്തിൽ നിന്ന് തുടങ്ങി രക്തവർണം. ദ്വാപരയുഗത്തിൽ വന്നപ്പോഴോ നീലനിറായി ഇഷ്ടം. മഹാവിഷ്ണുവിനെ തന്നെ നീലനിറക്കാരനാക്കി നമ്മള്. അവിടുന്ന് അങ്ങോട്ട് കലിയുഗത്തിൽ വന്നപ്പോഴോ തനി കറുപ്പ്. കണ്ടില്ലേ? കല്യാണം കഴിച്ച് അധികം താമസിച്ചിട്ടില്ല, ഒരു കൊല്ലാവുമ്പോഴേക്കും നമ്മുടെ സുമംഗലികൾക്ക് കറുത്ത വസ്ത്രം ഉടുത്ത് പോവാൻ വലിയ ഇഷ്ടമാണ്. വാസ്തവത്തിൽ ഈ കറുപ്പ് നിറം എന്തിനെ സൂചിപ്പിക്കുന്നതാ? മരണത്തിനെ സൂചിപ്പിക്കുന്നതാ. പക്ഷെ ആ കറുപ്പിനോടുള്ള ഭ്രമം കൊണ്ട് അവർക്ക് കറുത്ത സാരി ഉടുത്ത് ഞെളിയാൻ ഒരു പേടിയില്ല. ഇതാണ് കലിയുഗത്തിന്റെ വൈഭവം. അപ്പൊ നിറങ്ങൾ എന്തിനാന്നൊക്കെ നമ്മളൊന്ന് ആലോചിക്കുക, നന്നായിരിക്കും. ഈ ഡ്രസ്സ് ഉണ്ടാക്കുന്നവർക്ക് പുതിയത് ഉണ്ടാക്കണമല്ലോ. അപ്പൊ ഉണ്ടാക്കി എന്തൊക്കെയാ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കും. അതുണ്ടാക്കി വന്നാൽ അത് ഫാഷനായി മേടിക്കണം എന്ന് നിങ്ങൾക്കും തോന്നും. ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കും എന്താ ചെയ്യാന്ന്. അപ്പോൾ ഈ നിറത്തില് പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഈ 4 എണ്ണത്തിനെ കൂട്ടിച്ചേർത്ത് ആനുപാതികത്വം വർദ്ധിപ്പിച്ച് കുറച്ചങ്ങനെ ഇരുന്നാൽ അനവധി നിറങ്ങളായി. ഓരോ അവതാരത്തിലും അതാത് ഉദ്ദേശം നിറവേറ്റാൻ പറ്റിയ തരത്തിലുള്ള നിറങ്ങളും ആകൃതികളും ആയുധഭൂഷണങ്ങളുമാണ് ഉപയോഗിച്ചു പോകുന്നത്. ത്രേതായുഗത്തിൽ കാര്യനിർവഹണത്തിന് പറ്റിയതായിരുന്നു വെളുപ്പ് നിറവും ആ ത്രേതായുഗത്തിൽ ഉണ്ടായിരുന്ന ഭൂഷണങ്ങളെല്ലാം തന്നെ. അങ്ങനെ മാറി വന്നു. കൃഷ്ണൻ ദൂത് പറയാനായി ഹസ്തിനപുരത്തേക്ക് പോയി. ആ ഹസ്തിനപുരത്തേക്ക് പോയപ്പോ അവിടെ ദുര്യോധനൻ പിടിച്ചു കെട്ടാൻ പുറപ്പെട്ടപ്പോഴോ അവിടെ ഒരു വിശ്വരൂപം കാണിക്കുകയുണ്ടായി. ആ വിശ്വരൂപം ആവശ്യപ്പെട്ട് കാണിച്ചതല്ല. ഇവിടെ അർജുനൻ അഭിലഷിച്ച് വിശ്വരൂപത്തിന് മുമ്പ് തന്റെ വിഭൂതികളെല്ലാം വർണ്ണിച്ച് ആ വിഭൂതികളെല്ലാം കൃഷ്ണന്റെ ദേഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണണം എന്ന ഒരു ആശ ജനിച്ച് ആവശ്യപ്പെട്ട് കാണിച്ചു കൊടുക്കല. അവിടെ ഉണ്ടായത് അങ്ങനെയല്ല. ദൂത് പറയാനാ പോയത്. ദൂത് ഫലപ്രദമായില്ല. മടങ്ങി വരുന്ന സമയത്ത് കൃഷ്ണനെ പിടിച്ച് കെട്ടാൻ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ദുര്യോധൻ. അങ്ങനെ കെട്ടാനായിട്ട് പുറപ്പെട്ടപ്പോ അവിടെ യുദ്ധവും വഴക്കും ഒന്നും ഉണ്ടാവരുത്. താൻ പോയത് ദൂതനാണ്. ദൂതിന് പോയവനെ ഒരിക്കലും ആക്രമിക്കരുത് എന്ന് നമുക്ക് ശാസ്ത്രവും പ്രമാണവും ഒക്കെ ഉണ്ട്. അതൊക്കെ ലംഘിച്ചിട്ടാണ് ദുര്യോധനൻ പുറപ്പെട്ടത്. അപ്പൊ കൃഷ്ണന്റെ ആവശ്യം എന്താ? ആ ആക്രമണത്തെ തടുത്തു നിർത്തണം. താൻ അജയ്യനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സ്ഥലം വിടുക, അത്രയേ ഉള്ളൂ. വേറൊരു ഉദ്ദേശമില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ ദുര്യോധനെ അറിയിക്കാൻ വേണ്ടി ഒരു വിശ്വരൂപം കാണിച്ചു കൊടുത്തു. വിശ്വരൂപം എന്ന് പറയുന്ന കാരണം സാധാരണ കൃഷ്ണനല്ല, അത് വിട്ട വേറെ ഒരു കൃഷ്ണൻ. കൃഷ്ണൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്, പിടിച്ചു കെട്ടാൻ എളുപ്പമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പുറപ്പെട്ടത് ദുര്യോധനൻ. എന്നാ ആ പുറപ്പാട് ശരിയല്ല. ഞാൻ തന്നെയല്ല. എന്റെ കൂടെ വൃഷ്ണികുലം ആകെയുണ്ട്, അന്ധകകുലമുണ്ട്, പാണ്ഡവന്മാരുണ്ട്, വസുരുദ്രന്മാരുണ്ട്, ആദിത്യന്മാരുണ്ട്, എല്ലാവരും എന്റെ കൂടെയുണ്ട്, ദാ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ആ ഒരു രൂപമാണ് അവിടെ കാണിച്ചു കൊടുത്തത്. ആ രൂപം കാണിച്ചു കൊടുത്തപ്പോ എന്താ ഉണ്ടായത്? ഒട്ടനവധി ആയുധങ്ങളുണ്ടത്. രോമകൂപം തോറും അഗ്നി ജ്വലിക്കുക. അങ്ങനെ ഇതിലേറെ പേടിക്കാൻ വല്ലതും ഉണ്ടോ? ഇന്ദ്രിയങ്ങളൊക്കെ
ജ്വലിക്കുക, ജ്വാല വമിക്കുകയാണ് അവിടെ. എല്ലാവരും അത് കണ്ടപ്പോഴോ കാണാൻ പറ്റിയില്ല. കണ്ണ് ഇറുക്കി അടച്ചു. കണ്ണടയ്ക്കാതെ ഇരുന്നവര് ഭീഷ്മൻ, വിതുരൻ, ദ്രോണൻ, ധൃതരാഷ്ട്രൻ, സഞ്ജയൻ, പിന്നെ അവിടെ ഉണ്ടായിരുന്ന മഹർഷിമാരും. അവർക്കൊക്കെ ദിവ്യചക്ഷുസ് കൊടുത്തു കൃഷ്ണൻ കാണാൻ വേണ്ടിയിട്ട്. ധൃതരാഷ്ട്രൻ അത് കണ്ടിട്ട് പറഞ്ഞു, അങ്ങയെ മാത്രം എനിക്ക് കണ്ടാൽ മതി, വേറെ ഒന്നും കാണേണ്ടാന്ന്. അതുവരെയാ ആ വിശ്വരൂപത്തിന്റെ മഹിമ. ദുര്യോധനന്റെ കണ്ണോ അടഞ്ഞു. എല്ലാവരുടെ കണ്ണടഞ്ഞതിൽ ദുര്യോധനന്റെ കണ്ണും അടഞ്ഞു. അപ്പൊ പിന്നെ എതിർപ്പിന്റെ ചോദ്യമില്ലല്ലോ, കൃഷ്ണന് കൈ വീശി വരാം. അതാണ് ആ വിശ്വരൂപത്തിന്റെ ഉദ്ദേശം. അവിടെ വേറെ ഒന്നുമില്ല. തന്നെ പിടിച്ച് കെട്ടാൻ പറ്റില്ല, സാധ്യമല്ല എന്നുള്ള മഹിമ മനസ്സിലാക്കി കൊടുക്കണം. കൊടുത്തിട്ട് അരമിനിറ്റ് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ദുര്യോധനൻ ഭക്തിയോടുകൂടി ചെന്നതൊന്നുമല്ല. ഇവിടെ അർജുനൻ തേരാളിയായിരിക്കുകയാണ് താൻ. അർജുനൻ തന്റെ രഥിയാണ്. മഹാഭാരത യുദ്ധം ചെയ്യിക്കാനുണ്ട്, ചെയ്യിക്കണം. അങ്ങനെയൊക്കെയുള്ള സമയത്ത് അതിൻ്റെ ഇടയിലെ ഒരിടവേളയിലാണ് ഈ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നതും അതിനെ അഭിലഷിച്ചതുമെല്ലാം. അത് കഴിഞ്ഞ് കൃഷ്ണൻ അവിടുന്ന് പോയി, കർണനെയും കൂട്ടിക്കൊണ്ടുപോയി. എല്ലാം ശാന്തമായി. ഇവിടെ അർജുനന്റെ വിഷമം തീർത്ത് യുദ്ധം ചെയ്യിക്കണം, അതാണ് ആവശ്യം. അത് അപേക്ഷയോട് കൂടിയിട്ടാണ്. അപ്പൊ ഈ വിശ്വരൂപത്തിൽ പ്രധാനമായും ഉണ്ടാകേണ്ടത് എന്താ എന്ന് ചോദിച്ചാൽ, നടക്കാൻ പോകുന്ന സംഭവങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കൽ. കേട്ടോ? നിങ്ങള് ശ്രദ്ധിച്ചോ? അർജുനന്റെ മനസ്സിലൊരു ഈഷലുണ്ട്. എന്താണ് ആ ഈഷല്? ഈ മഹാഭാരത യുദ്ധം ഞാൻ എങ്ങനെ ചെയ്യും? ഇതൊരു കൊടും പാപമല്ലേ? രഥം കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് മുത്തശ്ശനും ആചാര്യനും മുതിർന്നവരും എല്ലാവരും ഉണ്ട്, അവരുടെ മുൻപിലാണ്. ഇവരോടുകൂടി പടപൊരുത, ഞങ്ങൾക്ക് തമ്മിൽ ശത്രുതയില്ല. അപ്പൊ ശത്രുതയില്ലാത്ത ഇവർ നയിക്കുന്ന ഒരു സേനയെ ഇവരെ നേരിടാതെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പൊ ശത്രുതയില്ലാതെ ഇവരോട് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും മനസ്സ് സമ്മതിക്കുന്നതല്ല. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഈ യുദ്ധം ചെയ്യുന്നതിൽ ഒരു മടി, ഒരു വിഷമം, ഒരു സങ്കടം അർജുനന്റെ മനസ്സിലുണ്ട്. അത് തീരണമെങ്കിൽ എന്തു വേണം? അർജുനൻ ഉണ്ടോ ഇല്ലയോ, ഈ മഹാഭാരത യുദ്ധം നടന്നേ തീരൂ എന്ന് കാണിച്ചു കൊടുക്കണം. അപ്പൊ വരാൻ പോകുന്ന സംഭവങ്ങളെ പ്രത്യക്ഷമാക്കി ഇപ്പൊ തന്നെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ വിശ്വരൂപത്തിന്റെ ഉദ്ദേശം. അതിന്റെ കൂട്ടത്തിൽ അത് വിശ്വരൂപമാവത്തക്ക വിധത്തിൽ ഉദ്ഭവം, സ്ഥിതി, ഇത് മുഴുവനും അതിൽ ഉൾപ്പെടുത്തി കാണിച്ചു എന്ന് മാത്രം. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനൗ മരുതസ്തഥാ ബഹൂന്യദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത. കാണിച്ചു കൊടുക്കുന്നതിന് മുൻപ് കൃഷ്ണൻ വിളിച്ചു പറയുന്നു, അർജുന, ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇന്ന ഇനങ്ങളാണ്, ഇതാ നോക്കിക്കോളൂ, കണ്ടോളൂ. പശ്യ ആദിത്യാൻ വസൂൻ രുദ്രാൻ. ആദിത്യന്മാര്, വസുക്കള്, രുദ്രന്മാര്, അശ്വിനികള്, മരുതസ്ഥതാ, മരുത്തുകള്, ബഹൂന്യദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത. ഇതൊക്കെ അർജുന നീ കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ, കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ ശാസ്ത്രങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ വസുക്കളെ പറ്റി, ആദിത്യനെ പറ്റി എല്ലാം പറയുന്നുണ്ട്. നമ്മൾ ആരും ഇത് കാണാറില്ല. എന്നാൽ ഇത് കാണാൻ ഒരവസരം ഉണ്ടാവാൻ പോണു. കണ്ടോളൂ, കണ്ടോളൂ. ഇഹൈകസ്തം ജഗത് കൃഷ്ണം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ചാന്യത് ദ്രഷ്ടുമിച്ഛസി. ഇഹൈകസ്തം ജഗത് കൃഷ്ണം. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഇഹ ഏകസ്ഥം ജഗത് കൃഷ്ണം. ഈ പ്രപഞ്ചം മുഴുവനും അന്തമില്ലാത്തതാ. നിങ്ങൾ തെക്കോട്ട് പൊക്കോളൂ, വടക്കോട്ട് പൊക്കോളൂ, കിഴക്കോട്ട് പൊക്കോളൂ, പടിഞ്ഞാട്ട് പൊക്കോളൂ, മുകളിലേക്ക് പൊക്കോളൂ, താഴത്തേക്ക് പൊക്കോളൂ. എവിടെ നോക്കിയാലും ഇത് അനന്തമാണ്. ഒരു റോക്കറ്റിൽ കയറി നമ്മളങ്ങോട്ട് പുറപ്പെട്ട് യാത്ര ചെയ്താൽ ഒരു 10,000 വർഷം കഴിഞ്ഞാലും എത്ര വന്നു, ഇനി എത്ര ബാക്കിയുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വിചിത്രമായ ഒരു യാത്രയാണ് ഇവിടെ. ആ പ്രപഞ്ചം മുഴുവനും ഏകസ്ഥം, ഒന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കുത്ത്. ആ കുത്തിൽ നിന്ന് നിങ്ങൾ ഒരു വൃത്തമുണ്ടാക്കി. വൃത്തം എന്ന് പറഞ്ഞാൽ എന്താ? സമദൂരത്തിൽ ഒരു വര വരച്ചാൽ അത് വൃത്തമാവും. അതിൽ ചെറിയ വൃത്തം ഉണ്ടാക്കാം. ആ റേഡിയസ് വലുതാക്കിയാൽ വലിയ വൃത്തമായി. അങ്ങനെ റേഡിയസ് നിങ്ങൾ എത്ര വലുതാക്കിയോ അത്രയും വലിയ വൃത്തം രചിക്കാം. ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വൃത്തം നമുക്കൊരു കുത്തിൽ നിന്ന് വരയ്ക്കാം. അതാണ് വാസ്തവത്തിൽ നമ്മുടെ ഹൃദയം, അന്തരാത്മാ.
നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ആത്മതലം, ആത്മകോശമുണ്ടല്ലോ, ആ ആത്മകോശത്തിൽ നിന്ന് നിർഗളിച്ചതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന വൃത്തം മുഴുവനും. ഇഹൈകസ്ഥം ജഗത് കൃഷ്ണം. ഈ ജഗത്ത് ഒന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ ഒന്ന് അതിന്റെ ഉള്ളിലാണ്, ഉള്ളിലാണ്, ഉള്ളിലാണ്. വിശ്വവിസ്തൃതി ആകെ അത് വിട്ട് വേറെ ഒന്നിൽ നിന്ന് ഉണ്ടായി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ പ്രപഞ്ചം മുഴുവനും ഇങ്ങനെ, ഇത് മുഴുവൻ ഉണ്ടായത് പ്രപഞ്ചത്തിന്റെ അപ്പുറത്തുള്ള ഒരു ഉറവിടത്തിൽ നിന്നാണെന്ന് വിചാരിക്കരുത്. പ്രപഞ്ചത്തിന്റെ അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ അതും പെടും. അപ്പൊ ഉള്ളതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നാം പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പൊ പ്രപഞ്ചത്തിന്റെ പുറത്ത് ഒരു വസ്തു അവശേഷിക്കണില്ല. ഇതിന് കാരണമോ ഹേതുവോ ഉറവിടമോ സ്രോതസ്സോ ആകാൻ. മനസ്സിലായോ? മനസ്സിലായോ പ്രേക്ഷകരെ? നിങ്ങൾക്ക് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഉള്ളതൊക്കെ പെടും, അത് വിട്ടു വേറെ ഒന്നുമില്ല. അപ്പൊ ഈ പ്രപഞ്ചം എവിടുന്നാ ഉണ്ടാവുക? അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുക. അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുക. ഇപ്പൊ നമ്മുടെ ശരീരം മാതൃഗർഭത്തിൽ രൂപപ്പെട്ടത് എവിടുന്നാ? ആ തുടക്കത്തിൽ ഉണ്ടായിരുന്ന അണ്ടം ആ സെല്ലിൽ നിന്നാണ്. അതിന്റെ ഉള്ളിൽ നിന്നാണ് ഇതിന്റെ വളർച്ച, ഉള്ളിൽ നിന്നാണ് ഇതിന്റെ വളർച്ച. അതുമാതിരി പ്രപഞ്ചവും ഹിരണ്യഗർഭം അതിൽ നിന്ന് വന്നതാണ്. ഇഹൈകസ്ഥം ജഗത് കൃഷ്ണം. ഇത് വ്യക്തമാക്കുന്നതാണ് ആദ്യത്തെ വിവരണം തന്നെ. ഇഹൈകസ്ഥം ജഗത് കൃഷ്ണം. ഇവിടെ 7ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടധാ. ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവച. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ പരിലസിപ്പിക്കുന്ന പ്രകൃതി എന്നർത്ഥം. ഈശ്വരന്റെ പ്രകടനം, അഭിവ്യക്തി. ആ അഭിവ്യക്തിയെ എങ്ങനെയാ കൃഷ്ണൻ ചിത്രീകരിച്ചത് 7ാം അധ്യായത്തിൽ? ഭൂമി ആപഹ അനലഹ വായു ഖം. പഞ്ചഭൂതങ്ങൾ, കനപ്പെട്ട സോളിഡ് ഘനീഭവിച്ചിട്ടുള്ള ഭൂമി, ദ്രവരൂപത്തിലുള്ള വെള്ളം, ബാഷ്പരൂപത്തിലുള്ള വായു, പിന്നെ ഊർജ രൂപത്തിലുള്ള അഗ്നി. ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്, എല്ലാറ്റിനെയും ഉൾപ്പെടുത്തുന്ന ആകാശം. ഇങ്ങനെ 5 ഭൂതങ്ങളാണ്. ഈ 5 ഭൂതങ്ങളും ജഡങ്ങളാണ്. ആ ജഡഭൂതങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരങ്ങനെ അങ്ങോട്ട് ഇരിക്കുകയുള്ളൂ. അതിലെന്തെങ്കിലും ഒരു മാറ്റമോ മഹിമയോ വരുത്തണം എന്നുണ്ടെങ്കിൽ ജഡത്തിന് അതീതമായിട്ടുള്ള ചേതന വേണം അവിടെ. ആ ചേതന 3 ഘടകങ്ങളാണ്: മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അത് ശരീരത്തിന്റെ ഉള്ളിൽ, മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിലേ ഉള്ളൂ. ഇങ്ങനെ 8 എണ്ണം കൂടിച്ചേർന്നതാണ് പ്രകൃതി എന്ന് പറഞ്ഞു. അതിൽ ശരീരത്തിന്റെ ഉള്ളിലുള്ള മനസ്സും ബുദ്ധിയും അഹങ്കാരവും കൂടിച്ചേർന്നാണ് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സഭ്യത, സിവിലൈസേഷൻ ഉണ്ടായിട്ടുണ്ടോ അത് മുഴുവനും. നമ്മളോടൊപ്പം ജീവിക്കുന്നതാണ് ബാക്കിയുള്ള മൃഗങ്ങളും പക്ഷിലതാദികളുമെല്ലാം. അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. പക്ഷിമൃഗാദികളിൽ മാറ്റം വന്നതോ സഭ്യത ഉണ്ടായിട്ടുള്ളതോ പരിഷ്കാരമുണ്ടായതോ മനുഷ്യനിലാണ്. ഈ പരിഷ്കാരത്തിന് കാരണം നമ്മുടെ ദേഹമല്ല, നമ്മുടെ മനസ്സും ബുദ്ധിയും അഹങ്കാരവുമാണ്. അതാണ് ഇവിടെ പ്രധാനം. ഇഹൈകസ്ഥം ജഗത് കൃഷ്ണം പശ്യാദ്യ സചരാചരം. ഈ മനസ്സും ബുദ്ധിയും അഹങ്കാരവും എവിടെയാ? ശരീരത്തിന്റെ ഉള്ളിൽ. അപ്പൊ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് വേണം എന്തും ഇവിടെ ഉണ്ടാവാൻ. അതാണ് ഇവിടെ വളരെ വ്യക്തമാക്കി പറയുന്നത്. അതാണ് ആദ്യമായി അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത എന്ന് പറയാൻ കാരണം. ഉൾതലത്തിൽ നിന്നാണ് സർവ്വതും ഇവിടെ ഉണ്ടാവുന്നത്. ഇഹൈകസ്ഥം ജഗത് കൃഷ്ണം പശ്യാദ്യ സചരാചരം. ചരവും അചരവുമായിട്ടുള്ള പ്രപഞ്ചം മുഴുവനും നിലനിൽക്കുന്നത് അതിന്റെ ഉള്ളിലാണ്, ശരീരത്തിന്റെ ഉള്ളിലാണ്. മമദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി. എന്റെ ദേഹത്തിൽ അല്ലേ ഗുഡാകേശ ഈ പ്രപഞ്ചം, ചരാചര പ്രപഞ്ചത്തെ മുഴുവനും നിലനിൽക്കുന്നതായി കാണ്. ഇനി കൂടുതലായി നിനക്ക് എന്തെങ്കിലും അഭിലാഷമോ ആവശ്യമോ ഉണ്ടെങ്കിൽ, നിന്റെ സംശയം പോവാൻ, ആശയത്തെളിച്ചം ഉണ്ടാവാൻ, വേണ്ടത്ര ഉത്സാഹവും ഊക്കും ഉണർവും കിട്ടാൻ വേണ്ടി എന്തെങ്കിലും വേണമെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാമെന്ന്. അർജുനന് ഇതങ്ങോട്ട് കേട്ടപ്പോ വലിയ പ്രതീക്ഷയും ഉത്സാഹവുമായി. കണ്ണൊക്കെ അങ്ങോട്ട് വികസിച്ചു.
എന്നിട്ട് ഇതാ ഇപ്പൊ കാട്ടും എന്ന് പറഞ്ഞങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അങ്ങനെ നോക്കുമ്പോ കൃഷ്ണന് മനസ്സിലായി അർജുനന് ഇപ്പൊ തിരക്കായി എന്ന്. പക്ഷെ അങ്ങനെ തിരക്കായി എന്ന് പറഞ്ഞിട്ട് പറ്റുമോ? അത് കാണാനുള്ള യോഗ്യത വേണ്ടേ? സാധാരണ കണ്ണുകൊണ്ടോ മനസ്സുകൊണ്ടോ കാണാൻ പറ്റുമോ? എന്തായാലും പറഞ്ഞു, എപ്പോഴും ഭക്തൻ ഒരടി മുമ്പോട്ട് വെച്ചാൽ ഈശ്വരൻ 2 അടി നമ്മളെ കൈ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. നിങ്ങളുടെ ആവശ്യം എന്തുണ്ടോ അത് ഉണർത്തിച്ചാൽ മതി. കളങ്കമില്ലാതെ ഉണർത്തിക്കൂ ഈശ്വരനടുത്ത്. എന്താശയോ എന്തഭിലാഷവും ആകട്ടെ, അത് ഉണർത്തിച്ചാൽ അദ്ദേഹത്തിന് വലിയ വലിയ സന്തോഷമാണ്. ഒരടി നമ്മൾ വെച്ചാൽ 2 അടി അദ്ദേഹം പിടിച്ചു കൊണ്ടുപോകും. ഇതാണ് പ്രമാണം. അങ്ങനെയാണല്ലോ തേര് കൊണ്ടുപോയി തെളിച്ചു നിർത്തൂ എന്ന് പറഞ്ഞപ്പോ തെളിച്ചു കൊണ്ടുപോയി ഭീഷ്മരുടെയും ദ്രോണരുടെയും മുൻപിൽ കൊണ്ടുപോയി നിർത്തിയപ്പോഴാണ് വീണ്ടും വിചാരം വന്നത്. അതിൽ നിന്നാണ് ആത്മജ്ഞാനവും വിശ്വരൂപ ദർശനവും ഒക്കെ ഉണ്ടാവാൻ കാരണം. അതുകൊണ്ട് ഉള്ളത് തുറന്നു പറയാം. അപ്പൊ കൃഷ്ണന് അർജുനന്റെ ഉത്സാഹവും ആ കണ്ണിന്റെ വിടിവും ഒക്കെ കണ്ടപ്പോ പറയാണ്, നതുമാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷുഃ പശ്യമേ യോഗമൈശ്വരം. നിങ്ങൾ കേൾക്കുന്നുണ്ടോപ്പാ? നോക്കൂ കൃഷ്ണൻ എങ്ങനെയാ പറഞ്ഞതെന്ന്. ദാ കണ്ടോളൂ, ഇനി എന്തെങ്കിലും വേണമെങ്കിൽ അതും കണ്ടോളൂ. മഹാഭാരത യുദ്ധത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ തീർക്കാൻ പറ്റിയ തരത്തിലുള്ള സർവ്വദർശനവും ആ ഭാവിയുടെ ചുരുള് മുഴുവൻ അഴിച്ച്, ഭവിഷ്യത്തിന്റെ ചുരുള് മുഴുവൻ അഴിച്ചു കാണിച്ചു തരാൻ ഞാൻ. സംശയം തീരട്ടെ നിന്റെ എന്തായാലും. ഉടനെ പറയാണ്, നതുമാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷുഃ പശ്യമേ യോഗമൈശ്വരം. ആ തിരുത്ത് അങ്ങോട്ട് കൃഷ്ണൻ കൊടുക്കുക സമയത്തിന്. അർജുന, നതുമാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷാ. കുന്തിദേവി പ്രസവിച്ച സമയത്ത് 2 കണ്ണ് അർജുനന് തന്നിട്ടുണ്ടല്ലോ. ആ മാംസക്കണ്ണുകൾ കൊണ്ട് മാത്രം ഈ വിശ്വരൂപം കാണാൻ നിനക്ക് സാധിക്കില്ല, പറ്റില്ല. ഞാൻ കാണിച്ചു തരാൻ പോണു, അതൊരു വാസ്തവം. നീ കാണും ചെയ്യും, അതും ശരി. പക്ഷേ നീ എന്നോട് പറഞ്ഞുവല്ലോ എനിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ എന്ന്. അത് കേട്ടെനിക്ക് വളരെ സന്തോഷം. യോഗ്യതയുണ്ട് ഭക്തിയുടെ പേരിൽ. പക്ഷേ വിശ്വരൂപം, പ്രചണ്ഡമായ വിശ്വരൂപം, പ്രത്യേകിച്ചും ഈ 45 ലക്ഷം പടയാളികൾ അണിനിരന്നിട്ടുള്ള കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അടുത്ത കുറേ ദിവസങ്ങൾ നടക്കാൻ പോകുന്ന ദാരുണ ദൃശ്യം, അത് മുഴുവനും ഞാൻ എൻ്റെ ദേഹത്തിൽ ഇങ്ങനെ കാണിച്ചങ്ങോട്ട് തരുമ്പോ നിനക്ക് കാണാൻ പറ്റില്ലപ്പാ. അതിന് ദിവ്യമായ ഒരു ചക്ഷുസ് കണ്ണു വേണം, അത് ഞാൻ തരാം. അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷുഃ പശ്യമേ യോഗമൈശ്വരം. ഞാൻ ദിവ്യമായിരിക്കുന്ന കണ്ണ് തരാം. ആ കണ്ണ് വെച്ചുകൊണ്ട് മേ യോഗമൈശ്വരം പശ്യ, എന്റെ ഐശ്വരം, ഈശ്വരീയമായിരിക്കുന്ന ആ യോഗമഹിമേ നീ നോക്കിക്കണ്ടോ. ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ. ഏവമുക്ത്വാ, ഇങ്ങനെ അരുമയോടുകൂടി പറഞ്ഞ്, വാത്സല്യത്തോടുകൂടി പറഞ്ഞ് അർജുനന്റെ ആവശ്യം പൂർണ്ണമായി കൈക്കൊണ്ടു. അത് നിറവേറ്റാനുള്ള മനസ്ഥിതി പൂർണ്ണമാണ് എന്ന് പ്രകടമാക്കി. എന്നിട്ട് വളരെ സന്തോഷത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും വാത്സല്യത്തോടുകൂടിയും മഹായോഗേശ്വരോ ഹരിഃ. സഞ്ജയൻ പറയുകയാണ്, മഹായോഗേശ്വരോ ഹരിഃ. കൃഷ്ണൻ എന്ന് പറയുന്ന ദേവകി കൃഷ്ണൻ മാറി നിന്നതുപോലെയാ. മഹായോഗേശ്വരനായിരിക്കുന്ന പരമകല്യാണ നിധിയായ ശ്രീഹരി ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. പാർത്ഥന് വേണ്ടി പൃഥയുടെ പുത്രന് വേണ്ടി, തന്റെ വാത്സല്യത്തിനും മൈത്രിക്കും പ്രത്യേകം പാത്രമായിരിക്കുന്ന പൃഥാപുത്രന് വേണ്ടി ദർശയാമാസ കാണിച്ചു കൊടുത്തു പാർത്ഥായ പരമം രൂപമൈശ്വരം.
തൻ്റെ പരമമായ ഐശ്വര്യ രൂപം കാണിച്ചു കൊടുത്തു. അതേവരെ കൃഷ്ണൻ ചെയ്തിട്ടില്ല, അതിൻ്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ദേവകി കുട്ടിക്കാലത്ത് ദാ ഇവൻ കള്ളനാ, ഇവൻ മണ്ണ് തിന്നു കേട്ടോ കളിക്കുമ്പോ എന്ന് ബലരാമൻ പോയി പറഞ്ഞു. അപ്പൊ പറഞ്ഞത് കുറച്ച് കുശുമ്പ് കൊണ്ടായിരിക്കുമെന്നൊരു സംശയം യശോദയുടെ മനസ്സിലുണ്ടായിരുന്നു. ദേവകിയുടെ അല്ല, യശോദയുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഓടി വന്ന് ചോദിച്ചു, ഉപതാ അങ്ങനെ ചേട്ടൻ പറയുന്നുണ്ടല്ലോ, നീ മണ്ണ് തിന്നോ? ഇല്ല, ചേട്ടൻ പറയണതാ പൊളി, ഞാൻ കണ്ടോളൂ എന്നും പറഞ്ഞു വാ തുറന്നു കാണിച്ചപ്പോഴോ അതിൻ്റെ ഉള്ളിൽ ബ്രഹ്മാണ്ടം മുഴുവനും കണ്ടു അത്ര യശോദ. അതും ഒരു നിലയ്ക്കൊരു വിശ്വരൂപം തന്നെയാണ്. അതിങ്ങനെ കളിയുടെ ഇടയിൽ അമ്മയെ ഒന്ന് പരിഭ്രമിപ്പിക്കണം. എപ്പോഴും ഇന്ന് നോക്കിയാൽ ശകാരിച്ചുകൊണ്ടും കുറ്റം പറഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരു തമാശയ്ക്ക് ഒരു കാണിച്ചു കൊടുത്തതാ. പിന്നെ ദുര്യോധനന്റെ മുൻപിൽ ദുര്യോധനൻ പിടിച്ച് കെട്ടാൻ പുറപ്പെട്ട് കെട്ടും എന്നൊന്നും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിൽ ഒഴിവാവണം. ദുര്യോധനെ ഒന്ന് പേടിപ്പിക്കും വേണം, എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കണം എന്നും പറഞ്ഞിട്ടാണ് അവിടെ കാണിച്ചത്. ഇവിടെ ഇപ്പം അങ്ങനെയല്ല, സന്ദർഭം തന്നെ മാറി. ഇവിടെ യശോദ ഓടി വന്ന് പറഞ്ഞ പോലെയല്ല. ദുര്യോധനൻ കെട്ടാൻ പുറപ്പെട്ടത് തടയാൻ വേണ്ടിയല്ല, തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പാർത്ഥൻ സംവാദത്തിന്റെ ഭാഗമായി ഇതേവരെ പറഞ്ഞ തത്വോപദേശമെല്ലാം കേട്ട് ഗ്രഹിച്ച് മനസ്സ് വികസിച്ച് വേണ്ടത്ര ഭക്തിയും വിശ്വാസവും മനസ്സിൽ ഉറച്ച് തൻ്റെ ഉപദേഷ്ടാവായ കൃഷ്ണൻ, തൻ്റെ ആപ്തമിത്രമായ കൃഷ്ണൻ പറയുന്നത് എനിക്കൊന്ന് പറയാലോ, ഒരു അവസരം കിട്ടിയല്ലോ, ഈ പറയുന്ന മുഴുവൻ ഒരേ ഒരു രൂപത്തിൽ അങ്ങയിൽ കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞ് തൻ്റെ അഭിലാഷം ഒന്ന് അറിയിപ്പിക്കുക, ഉണർത്തിക്കുക ചെയ്തത്. ഇത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ ദർശയാമാസ പാർത്ഥായ, പാർത്ഥന് വേണ്ടി കാണിച്ചു കൊടുത്തു പരമം രൂപമൈശ്വരം. അനേക വക്ത്രനയനം അനേകാദ്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഈ ഭാഗമുണ്ടല്ലോ, ചിലരിതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും, അത്ര വിശേഷപ്പെട്ടതാ. ജീവിതത്തിലുള്ള സർവഭയങ്ങളും പോകാൻ, വിഷമങ്ങൾ തീരാൻ, സംശയങ്ങൾ അകന്നു പോകാൻ, ദൗർബല്യങ്ങൾ കൊഴിഞ്ഞു വീഴാൻ, വേണ്ടത്ര ബലവും വിശ്വാസവും മനസ്സിൽ ഉദിക്കാൻ, ഉണരാൻ, ഉജ്ജ്വലമാകാൻ. എങ്ങനെയാത് ഉണ്ടാവുക? നല്ല നല്ല വാക്കുകൾ പറയൂപ്പാ. നിങ്ങളുടെ മനസ്സിൽ വരുന്നതൊക്കെ ദുർബല വിചാരങ്ങളാ, അധക്കരമായിട്ടുള്ള വിചാരങ്ങളാ. എന്നെ ഒന്നിനും കൊള്ളില്ല, അവൾ അങ്ങനെ പറഞ്ഞു, ഇവൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയുള്ള വിചാരങ്ങളെ മനസ്സിലുള്ളൂ. അതൊക്കെ അങ്ങോട്ട് തട്ടിക്കളഞ്ഞ് നല്ല നല്ല പദങ്ങളും വാക്യങ്ങളും ആശയങ്ങളുമുള്ള ഓരോരോ വിവരങ്ങളെടുത്ത് വായിക്കൂ. ഈ വിശ്വരൂപ ദർശനം ഒന്ന് വായിക്കൂ. നിങ്ങളുടെ മനസ്സിൽ നിന്ന് സർവ അപകർഷതയും പോകും, അപകർഷങ്ങൾ മുഴുവൻ പോകും. ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. അനേകവക്ത്രനയനം അനേകാദ്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം. ഇതിപ്പോ പറയാൻ സമയമില്ല, നമുക്ക് നാളെ ആവാം. നോക്കൂ, ആ ഡെവലപ്മെന്റ്, ആ വളർച്ച, ആ വിശ്വരൂപത്തിലേക്കുള്ള പോക്കും, ആ വിശ്വരൂപത്തിന്റെ തുടക്കവും അതിന്റെ ഉദ്ദേശവും ഒക്കെ മനസ്സിലാവണം. അങ്ങനെ ഒരു ദർശനം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അർജുനന്റെ മനസ്സിൽ പിന്നെ സംശയത്തിന് സ്ഥാനം എന്താ? വരാൻ പോകുന്ന സംഭവങ്ങൾ മുഴുവൻ കാണിച്ചങ്ങോട്ട് കൊടുക്കുകയാണ്. നമുക്ക് തത്കാലം നിർത്തുകയാണ്. ജയതി ജയതി ദേവോ ദേവകീ നന്ദനോയം ജയതി ജയതി കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപഃ ജയതി ജയതി മേഘശ്യാമലഃ കോമലാംഗോ ജയതി ജയതി പൃഥ്വീഭാരനാശോ മുകുന്ദഃ ജയതി ജയതി പൃഥ്വീഭാരനാശോ മുകുന്ദഃ. അവസാനത്തെ വരി എന്താ? ഭാരനാശോ മുകുന്ദഃ. ഈ പൃഥ്വിക്ക്, ഈ ഭൂമിക്ക് അനാവശ്യമായ ഭാരം എന്തെങ്കിലും, പ്രത്യേകിച്ചും ദുഷ്ടന്മാരുടെ ഭാരമുണ്ടെങ്കിൽ
അതിനെ മുഴുവൻ നശിപ്പിക്കുന്നവനാണ് നമ്മുടെ കൃഷ്ണൻ മഹാവിഷ്ണു. സൃഷ്ടിസ്ഥിതി സംഹാരത്തിൽ എപ്പോഴും സ്ഥിതിക്ക് സംഹാരവും അതിൻ്റെ ഒരു ഭാഗമാണ്. ജയതി ജയതി ദേവോ ദേവകീ നന്ദനോയം ജയതി ജയതി കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപഃ ജയതി ജയതി മേഘശ്യാമലഃ കോമലാംഗോ ജയതി ജയതി പൃഥ്വീഭാരനാശോ മുകുന്ദഃ. ഹരി ഓ ഹരി ഓ. ഒരു ഓംകാരം ജപിക്കാം നമുക്ക് സമാപനത്തിന്. ഓ ഹരി ഓം തത്സത്. ജയ.